Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen wa ala alihi wa ashabihi ajma'in. Amma ba'd. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഖത്തർ കേരള ഇസ്ലാഹി സെന്ററിന്റെ പരിമിതമായ ഈ സൗകര്യത്തിൽ ബഹുമാന്യനായ നമ്മുടെ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരിയെ അദ്ദേഹത്തിന്റെ സാരസമ്പൂർണമായ ഒരു പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയ ആളുകൾ ഒരു കുടുംബ സംഗമത്തിലാണ് പങ്കെടുക്കുന്നത് എന്ന് നമുക്കറിയാം. മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കുടുംബ തകർച്ചകളാണ് എന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള ഒരു പ്രഭാഷണമോ പ്രഭാഷകനോ ദോഹയിൽ എത്തിച്ചേരുമ്പോൾ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജനപങ്കാളിത്തവും ആളുകളുടെ ആ വിഷയങ്ങൾ കേൾക്കാനും മനസ്സിലാക്കുവാനുമുള്ള താല്പര്യവും കുടുംബ ബന്ധങ്ങൾക്ക് നമ്മൾ നൽകുന്ന പ്രാധാന്യവും അതിന്റെ തകർച്ചയെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് നാം കാണുന്നത് എന്ന ബോധ്യവുമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിത്തീരുന്നത്. വളരെ ഗൗരവപൂർവം ചില കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട് എന്ന് തന്നെയാണ് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിൽ തട്ടിയ ആത്മാർത്ഥമായ ചില ഉപദേശങ്ങളാണ് എപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്. ഈ വിഷയത്തിൽ, കുടുംബപരമായ വിഷയത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബസമേതം ഇരുന്നു കൊണ്ട് കേൾക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരം സംഗമങ്ങളിലൂടെ നാം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ ആലോചിക്കാനും കേട്ട ഈ ഇത്തരം വിഷയങ്ങൾ ഒന്നിച്ചിരുന്ന് പരസ്പരം ഷെയർ ചെയ്യാനും, കേട്ടത് ഒന്നിച്ചാണെങ്കിൽ പോലും വീണ്ടും ഒന്നിച്ചിരുന്ന് ആ കേട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് എന്ന് സ്വയം ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഇരുന്ന് ആലോചിക്കാനും, തമാശ രൂപത്തിൽ, ഒരു വാക്കേറ്റത്തിന്റെ രൂപത്തിലല്ല, തമാശ രൂപത്തിൽ മൗലവി സൂചിപ്പിച്ച ഇന്നാലിന്ന പോരായ്മ ഉപ്പക്കുണ്ടില്ലേ, അപ്പൊ അത് ഉപ്പ തിരുത്തണല്ലേ, ഇന്നാലിന്ന പോരായ്മ ഉമ്മക്കുണ്ടില്ലേ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായതില്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപത്തിൽ ഇരുന്ന് തിരുത്താനും ഒക്കെ നമ്മൾ തയ്യാറായാൽ ഒരു വലിയ മാറ്റം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. വിഷയങ്ങൾ കേൾക്കാൻ ഇന്ന് നമുക്ക് പഞ്ഞമില്ല. ഇഷ്ടം പോലെ പ്രഭാഷണങ്ങളും അതേപോലെയുള്ള സംരംഭങ്ങളും ഒക്കെ അതിന് സാക്ഷികളാകുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ കേട്ടതിന് ശേഷം അതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു പുനരാലോചന നടത്താൻ, അതിനെക്കുറിച്ചൊരു ചർച്ച കുടുംബത്തിൽ നടത്താൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല എന്നതാണ് അതിന്റെ എഫക്റ്റുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതൊരു CD കേട്ടാൽ പോലും, ഒരു വഴല് സാധാരണ രൂപത്തിൽ നമ്മൾ കേട്ടാൽ പോലും അതെന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും എന്റെ ജോലി സ്ഥലങ്ങളിലും എന്റേതായ വിനിമയ മേഖലകളിലുമൊക്കെ
എന്നെ എത്രത്തോളം വിമർശിച്ചിട്ടുണ്ട്, ഞാൻ എന്നോട് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ അഭാവമാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കുറവ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ. ആ ചോദ്യങ്ങൾ പരസ്പരം കുടുംബത്തിലിരുന്ന് ചോദിച്ചാൽ അത് വലിയ ഒരു മാറ്റത്തിന് കാരണമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് മാതൃകകളുണ്ട് ആ രംഗത്തൊക്കെ. ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ഭക്ഷിക്കാനും ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒന്നിച്ച് കാര്യങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുവാനും ഒക്കെ പ്രവാചകൻ തന്റെ കുടുംബത്തിൽ കാണിച്ചിരുന്ന ശ്രദ്ധയും അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും മനസ്സിന്റെ വിഷമങ്ങളും ഒക്കെ കേൾക്കാൻ അവരുടെ മുമ്പിൽ ചെവി കൊടുത്തിരുന്ന രംഗങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് സ്നേഹം മരവിച്ചു പോയ മനസ്സിന്റെ ഉടമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അതിനുവേണ്ടിയുള്ള കവചങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ പോലും തനിക്ക് ചുറ്റും ഒരു കവചം ആജ്ഞയുടെയും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള കൽപ്പനകളുടെയും ഒക്കെ വേലിക്കെട്ടുകൾ തീർത്ത് മക്കളും ഭാര്യയും ഉമ്മയും വാപ്പയും തന്നിലേക്ക് അടുത്തു വരാൻ സാധിക്കാത്തവണ്ണം അകന്നു നിൽക്കുന്ന നിലപാടുകളിലാണ് പല ആളുകളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊട്ടിച്ചെറിയേണ്ടിയിരിക്കുന്നു. പ്രവാചകന്റെ ചരിത്രങ്ങളൊക്കെ അതാണല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളോടൊപ്പം കളിക്കുന്ന, ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഭാര്യമാരെ മുഴുവനും സന്ദർശിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കുന്ന ഒരു നല്ല കുടുംബനാഥനായിരുന്നു നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രവാചകന്റെ ജീവിതത്തിന് പ്രസക്തിയേറിയിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ സ്വന്തം ഗർഭാശയത്തിൽ വേദന സഹിച്ചുകൊണ്ട് 10 മാസത്തോളം ഗർഭം ചുമന്ന ഉമ്മ പോലും തല്ലിക്കൊല്ലാൻ യാതൊരു നിലക്കുള്ള മടിയും കാണിക്കാത്ത, അനാശ്വാസത്തിലൂടെ അല്ലെങ്കിൽ അത്തരം മാർഗങ്ങളിലൂടെ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷന്റെ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി പിഞ്ചോമനകളെ പോലും തല്ലിക്കൊല്ലാൻ മടി കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥരായിരിക്കുന്നു. അവിടെ പിതാവും മാതാവും മക്കളും ബന്ധങ്ങളും എല്ലാം മനുഷ്യന് പുല്ലുവിലയാണ്. തന്റെ മനസ്സെന്ത് ആഗ്രഹിക്കുന്നുവോ അത് പൂർത്തീകരിക്കണം എന്നതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നമ്മൾ പത്രത്തിൽ വായിച്ച ഒരു കുട്ടി 4 വയസ്സുള്ള ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി TV കാണുന്നതിനെ വിലക്കിയപ്പോ ആത്മഹത്യ ചെയ്തത്. ഒരു വിലക്കിനെ പോലും താങ്ങാൻ കഴിയാത്ത, ഒരു നിർദ്ദേശത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വല്ലാത്ത ഒരു ഇടുങ്ങിയ മനസ്സിന്റെ ഉടമകളായി മാറിയിരിക്കുന്നു മനുഷ്യർ എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ബഹുമാനനായ മുജാഹിദ് ബാരിശ്ശേരിയുടെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു പ്രഭാഷണം നടത്തുകയായിരുന്നു. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട്, ഇത്രയും ആളുകൾ ഇവിടെ വെറും വർത്തമാനം പറഞ്ഞ് ഈ സദസ്സിൽ ഇരിക്കണ്ട എന്നതുകൊണ്ട് ഒരു ആമുഖം പ്രഭാഷണത്തിന്റെ മുമ്പ് കേൾക്കാനിരിക്കുന്ന ഗൗരവമേറിയ ഒരു ഉപദേശത്തിന്റെ മുമ്പ് അതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇടുങ്ങിയ ഈ മനസ്സിനെ വിശാലമാക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു വലിയ കാര്യമാണ്. കുടുംബത്തിലെ തകർച്ചകളിൽ നിന്ന് കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും കുടുംബത്തിലെ ആളുകളെയും രക്ഷിക്കാൻ ഏറ്റവും കരണീയമായ ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയ വിശാലത ഉണ്ടാവുക എന്നതാണ്. ഹൃദയം വിശാലമാവുക. എങ്ങനെ? നെഞ്ചിൻ കൂടിനുള്ളിൽ കൊള്ളാത്തത്ര ഹൃദയം വലുതാവുക എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, മറിച്ച് കേൾക്കാനും കാണാനും അറിയാനും ഉള്ള ഒരു മനസ്സും കേട്ടതിനെയും അറിഞ്ഞതിനെയും കണ്ടതിനെയും ഉൾക്കൊള്ളുവാനുമുള്ള വിശാലമായൊരു മനസ്സ്, അതാണ് ഇന്ന് മനുഷ്യന് കുറഞ്ഞു പോയത്. പ്രവാചകന്മാർ പോലും അല്ലാഹുവിനോട് അപേക്ഷിച്ച, തേടിയ, പ്രാർത്ഥിച്ച ഒരു അനുഗ്രഹം അതാണ്. അല്ലാഹുവേ തരണേ, എന്റെ ഹൃദയത്തിന് നീ വിശാലത തരണേ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി. പ്രസംഗിക്കുന്ന സമയത്ത് ഉസ്താദ്മാരെ ഒരു ആമുഖത്തിന്റെ ആ ഹംദും സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. ആ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന്
കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്ന കാര്യങ്ങള് തട്ടും തടവുമില്ലാതെ ഈ മനുഷ്യന്മാരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള ഹൃദയവിശാലത അള്ളാഹുവേ നീ എനിക്ക് തരണേന്നാണ്. അതൊരു കുടുംബ പശ്ചാത്തലത്തിൽ ആലോചിച്ച് നോക്കി. കുറച്ച് ചൂടുള്ള കുട്ടി ഉണ്ടാവും, അതേപോലെ തന്നെ വളരെ തണുത്ത കുട്ടി ഉണ്ടാവും, പല വിക്രസുകളും കാണിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മളെ കുട്ടികൾ തന്നെയാണ് എല്ലാവരും. നമ്മുടെ ആ കുട്ടികൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ സ്വഭാവത്തിന്റെ ഓരോ നമ്മളിൽ നിന്നുള്ള ഓരോ അംശം അവർക്ക് ഉണ്ടാവും. പിന്നെ കുറച്ച് വാപ്പാന്റെ ഉണ്ടാവും, നമ്മളെ വാപ്പാന്റെ ഉണ്ടാവും, നമ്മുടെ സഹോദരങ്ങളുടെ ഉണ്ടാവും, ഉമ്മാന്റെ ഉണ്ടാവും, ഉമ്മാന്റെ കുടുംബക്കാരുടെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ റിലേഷൻസിൽ പെട്ട പല ആളുകളുടെയും മിശ്രിതമായ ഒരു സ്വഭാവമായിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുക. എല്ലാ കുട്ടികളും ഒരേപോലെ ആവൂല. ആ കുട്ടികളെ ഒക്കെ അവരുടെ സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുവാനും എല്ലാവരെയും മക്കളായി കാണാനും കഴിയുന്ന ഒരു വിശാല മനസ്സ് ഒരു കുടുംബത്തിൽ ഒരു വാപ്പക്കില്ലാതെ പോയാൽ, ഒരു ഉമ്മക്കില്ലാതെ പോയാൽ ആ കുടുംബം കുട്ടികൾ അകന്നു പോകാനും ഭിന്നിച്ചു പോകാനും ഒക്കെ കാരണമായി തീരും. ചിലപ്പോ നല്ല പവന്മാറ്റ് നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കും, അവരോട് നമുക്ക് ഭയങ്കര കൃപയും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അത് ഒരിക്കലും മറ്റു കുട്ടികളുടെ മുമ്പിൽ അവരെ വേർതിരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ല. സ്നേഹം പ്രകടനത്തിലാണെങ്കിലും എന്തെങ്കിലും നൽകുന്ന വിഷയത്തിലാണെങ്കിലും ഈ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ഇക്കാക്കാനോടാണ് കൂടുതൽ ഇഷ്ടം എന്നൊരു കുട്ടി പറയാൻ സാഹചര്യം വീട്ടിലുണ്ടായാൽ പിൽക്കാലത്ത് അതിന്റെ ദുരന്തങ്ങൾ, അതിൻ്റെതായ അവഗണനകൾ അവരിൽ നിന്ന് ഈ മാതാപിതാക്കൾക്ക് അനുഭവിക്കേണ്ടി വരും. എത്ര സൂക്ഷിച്ചുകൊണ്ടാണ് കുടുംബത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ വളർത്താൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബം എന്നുള്ള ആ സംവിധാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും പ്രധാനം എന്താ നിങ്ങള്, നമുക്ക് കുടുംബത്തിലേക്ക് ചെല്ലാൻ തോന്നണം. കുടുംബത്തിലേക്ക് ചെല്ലാൻ തോന്നണം നമുക്ക്. കാരണം കുടുംബമാണ് നമ്മുടെ ഈ ദുനിയാവിലെ കൺകുളിർമയുടെ ഗേഹം. കുടുംബമാണ്. സ്വർഗത്തിലാണ് നമുക്ക് ഒരു കൺകുളിർമ കിട്ടുന്നത്. ദുനിയാവിൽ നമുക്ക് കൺകുളിർമ കിട്ടുന്നത് നമ്മുടെ മക്കൾ, ഭാര്യ, ഇവരിലൂടെയാണ്. അതെവിടെയാ? അത് കുടുംബമാണ്, വീടാണ്. സമാധാനത്തിന്റെ ഗേഹം എന്നാണ് ഖുർആൻ അതിനെ ഉപയോഗിച്ചത്. ആ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോ സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യന്റെ ദുരന്തം, ദുര്യോഗം നിങ്ങളൊന്ന് ആലോചിച്ചു. ആ മനുഷ്യൻ നീറി നീറി ജീവിക്കും. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഉമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളുമുള്ള ഒരു കുടുംബം. പാപ്പ വരുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് വരുന്നുണ്ട്, ഇനി അങ്ങോട്ടുന്നോ ഇങ്ങോട്ടുന്നോ ഇനി ഒന്നും മിണ്ടണ്ട, അവർക്ക് സ്വാതന്ത്ര്യമല്ല, അവർക്ക് പറയാനുള്ള ഒരു ഫ്രീഡം ഇല്ല, ഉപ്പാനോട് കളിക്കാനുള്ള ഫ്രീഡം ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാവിശേഷമുള്ള ഒരു കുടുംബം. അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല അവർക്ക് പല രൂപം കൊണ്ടും. നിങ്ങളൊക്കെ കണ്ട ചെറിയൊരു വീഡിയോ ഉണ്ടാവും. ഒരു പിതാവ്, ആ പിതാവ് അയാളുടെ ജോലികളിൽ ഏർപ്പെടുന്നു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ആഴ്ചയിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ, ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ അദ്ദേഹത്തിന്റെ വർക്കുകൾ ചെയ്യുന്നു. വളരെ കുറഞ്ഞ സമയം വീട്ടിലേക്ക് വന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അയാളുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു കുട്ടി ചെന്ന് ചോദിച്ചു, അല്ല ഉപ്പ അല്ലെങ്കിൽ അച്ഛ, ഡാഡി, നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു ദിവസം കിട്ടുന്ന വേതനം എത്രയാണ്? അപ്പോ 1500 രൂപ അല്ലെങ്കിൽ 1500 റിയാൽ എനിക്ക് ഒരു ദിവസം കമ്പനി തരുന്നു. അതിനുള്ള വർക്കാണ് ഇയാൾ ചെയ്യുന്നത്. ആ കുട്ടി, ആ പിഞ്ചോമന കുട്ടി അത് മനസ്സിൽ വെച്ച് പിതാവിൽ നിന്നും ഉമ്മയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ ആ കുട്ടിക്ക് അപ്പോഴും ഇപ്പോഴും ഒക്കെയായി കിട്ടുന്ന 5 രൂപയും 10 രൂപയും എല്ലാം ഒരു കുപ്പിയിൽ ഒരു അളുക്കിലിട്ട് വെച്ച്, ഒരു തൊണ്ടിലിട്ട് വെച്ച് അതിങ്ങനെ ഒരുമിച്ച് കൂട്ടി അവസാനം 1500 രൂപയായപ്പോൾ ആ കാശ് മുഴുവനും എടുത്തിട്ട് വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് വാപ്പാന്റെ കയ്യിൽ ആ കുട്ടി കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പ ഇത് 1500 ദിവസമുണ്ട്, ഉപ്പ ഒരു ദിവസം എനിക്ക് തരുമോ? എന്റെ കൂടെ കളിക്കാൻ, എന്റെ കൂടെ നടക്കാൻ, എന്റെ കൂടെ കിടക്കാൻ, എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ എന്റെ ഉപ്പക്ക് സമയമല്ലല്ലോ. ഞാൻ 1500 രൂപ കമ്പനി തരുന്ന ശമ്പളം തരാം, ഒരു ദിവസം എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്ന ഹൃദയസ്പർക്കായ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു വെറും ഭാവനയിൽ നിന്നുണ്ടാക്കിയ ഒരു വീഡിയോ ഒന്നും അല്ല. പലരുടെയും ജീവിതം അങ്ങനെയാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ സ്വന്തം ഭാര്യയെ മറന്നു പോകുന്ന, സ്വന്തം കുടുംബത്തെ മറന്നു പോകുന്ന ഒരവസ്ഥാവിശേഷം. അവിടെയാണ് പ്രവാചകന്റെ ജീവിത കുടുംബ മാർഗങ്ങൾ, ആ രംഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. വളരെ ഗൗരവമുള്ളതാണ് സഹോദരൻ.
എന്തുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും ഈ കുടുംബ സംവിധാനത്തെ ഒരുക്കിയത്? അതിന് വലിയൊരു ലക്ഷ്യമുണ്ട്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹമായി ജീവിക്കുമ്പോ ആ സമൂഹത്തിൽ അവന് കെട്ടുറപ്പ് വേണം. ആ സമൂഹത്തിൽ അവന് സന്തോഷവും അതേപോലെ തന്നെ സമാധാനവും നിലനിൽക്കണം. അതിന് ഒരു കുടുംബത്തിൽ നിന്ന് ആ സംവിധാനം പഠിച്ചിറങ്ങണം അവൻ. അപ്പൊ ഇവിടേക്ക് വന്ന 90% ആളുകളും ഒരു കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് വ്യത്യസ്തങ്ങളായ തൊഴിൽ പഠിച്ചിട്ടാണല്ലോ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. ഒന്നുമില്ലാതെ വന്ന് ആകാശത്തേക്ക് നോക്കി നടന്ന് വെറുതെ ഇക്കാക്കമാര് വിസ അയച്ചു തന്നപ്പോ ഇങ്ങോട്ട് കയറി വന്ന ആളുകള് വിസ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥ നമുക്ക് ഇപ്പൊ അറിയാം ഖത്തറിലൊക്കെ ഉള്ളത്. ആർക്കും അത്തരം ആളുകളെ വേണ്ട. ജോലി പഠിച്ച ആളുകളെ തന്നെ ആളുകൾക്ക് ആവശ്യമില്ലാത്തൊരു കാലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പഠിച്ചു വന്ന ആളുകൾക്ക് അവരുടേതായ ഫീൽഡിൽ ജോലി ചെയ്യാൻ കഴിയും. ഓരോ മേഖലയിലും പഠിച്ചിരിക്കുക. അതേപോലെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠശാലയാണ് അവന്റെ കുടുംബം. അതുകൊണ്ടാണ് അൽ-ഉമ്മു മദ്രസത്തുൻ എന്ന് പറഞ്ഞത്. ഉമ്മ മദ്രസയാണ്. ഒന്നാമത്തെ പാഠശാല ഉമ്മയാണ്. ഉപ്പയാണ് അവന്റെ റോൾ മോഡൽ. അങ്ങനെ കുടുംബത്തിൽ അവർ ജീവിക്കണം. മാത്രമല്ല, സമാധാനമാണല്ലോ മനുഷ്യന്റെ മുഖമുദ്ര. സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഏത് രംഗത്തെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ അവന് സമാധാനം വേണം. ടെൻഷൻ ഉണ്ടായാൽ അവന്റെ ജോലിയെ അവന് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ സമാധാനപൂർണമായ ഒരു വ്യക്തിയായി മാറ്റാൻ വേണ്ടിയാണ് അവർ കുടുംബത്തെ നിശ്ചയിച്ചു കൊടുത്തത്. എന്ന സാധാരണ ഈ വിഷയത്തിൽ ഓതാറുള്ള ഒരു ആയത്താണ്. നിങ്ങൾക്ക് സമാധാനം അടയാനാണ് അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചത്. ഈ സമാധാനം നമുക്ക് കുടുംബരംഗത്ത് നിന്ന് നഷ്ടപ്പെട്ടാൽ, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സമാധാനം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, വേറെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ആ സമാധാനം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അത് നമ്മളെ മനസ്സിൽ വരച്ചു വെക്കേണ്ട ഒരു സംഗതിയാണ്. കുടുംബത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടാൽ സെന്ററിൽ വന്നിരുന്നാൽ അവന് സമാധാനം കിട്ടൂല. അവൻ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, അവിടെ പ്രവർത്തനങ്ങൾക്ക് അവന്റെ ആലോചനകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പോലും ബബ്ബ പറയാമൻ. എന്തേ കാരണം? അവന്റെ മനസ്സ് ഫിക്കറാണ്, അവന്റെ മനസ്സ് ചിന്തയാണ്. ഭാര്യയോട് ഇറങ്ങിപ്പോന്നപ്പോ, മക്കളോട് ഇറങ്ങിപ്പോന്ന സമയത്ത് പറഞ്ഞത്, ഇനി കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ സമാധാനം കിട്ടൂല. നമ്മൾ നമ്മുടെ കമ്പനിയിൽ പോയി മാനേജറുടെ പോസ്റ്റിൽ അല്ലെങ്കിൽ ആ കസേരയിൽ ഇരുന്ന് ജോലിക്കാരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ രൂപത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് ടെൻഷനാണ്. വെക്കുന്ന ബട്ടണുകൾ മാറിപ്പോകുന്നു, കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മാറിപ്പോകുന്നു. കഴിച്ചു പോയി, ഞാൻ ഇന്ന ആളെ വിളിച്ച് പറയേണ്ടതായിരുന്നു, സാരല്ല നീ പോ. എത്ര അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. എന്താ സംഭവം? നമ്മുടെ കൂടെ കിടക്കുന്ന, നമുക്ക് നിസാരമെന്ന് തോന്നുന്ന നമ്മുടെ പ്രിയതമ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബത്തിലെ ഒരു ചുമരിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന അവർ, ആ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ നമ്മളെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു പ്രേരകമായിരിക്കണം കുടുംബം. അവിടേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ജീവിതമായിരിക്കണം കുടുംബത്തിൽ നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ കുടുംബത്തേക്ക് പോകാതെ പരമാവധി സമയം ഓഫീസുകളിൽ ചെലവഴിച്ച്, അതേപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അങ്ങനെ സമയം കഴിച്ച് അവസാനം ഉറങ്ങാൻ വേണ്ടി മാത്രം ചെല്ലുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റ് സലാഹുദ്ദീൻ സലാഹിയാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് വരെ നമ്മുടെ ഈ പ്രോഗ്രാം തുടരും. പ്രഭാഷണത്തിനനുസരിച്ച്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഉസ്താദ് വന്നതിന് ശേഷം ആ രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തു. നമ്മൾ കാണുന്നത് മഗ്രിബ് വരെയാണ്. ഏതായിരുന്നാലും ശരി, ഇൻഷാ അല്ലാഹ് നാളെയും ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൂടി നിങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്. പ്രൊഫഷണൽ മീറ്റ്. നമ്മുടെ ഈ ഖത്തറിലുള്ള പ്രൊഫഷണൽ രംഗത്ത് പഠിച്ച് ജോലി ചെയ്യുന്ന, ജോലി അന്വേഷിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട്.
കുടുംബപരമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റക്ക് ബാച്ചിലറായി ജീവിക്കുന്ന അങ്ങനെയൊക്കെ പല രംഗത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ വന്നപ്പോ ഏറ്റവും അവസാനം ബഹുമാനനായ ആരിസ് ബിൻ സലീം ഖത്തറിൽ വന്ന സമയത്ത് വിപുലമായ രൂപത്തിൽ പുറത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ ഒരു സംഗമം നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ ജനപ്രാതിനിധ്യം അതിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഇവിടെ കുറെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ പെട്ടെന്ന് നമ്മൾ ഒരു പ്രോഗ്രാമിന് തീരുമാനിച്ചാൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റ് പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ അടുത്ത വെള്ളിയാഴ്ചയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബഹുമാനനായ ബാലുശ്ശേരി നാളെ വൈകുന്നേരം പോവുകയാണ്. പോകാനുള്ള കാരണം ഇലക്ഷനാണ്. കാരണം ഒരു വോട്ടിന് വിലയുള്ള ഒരു സമയത്താണ് ഇന്ന് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ചെയ്യുന്ന വോട്ടിനെ എവിടുക്കാൻ പോകുക എന്ന് ഉറപ്പില്ല, എങ്കിൽ പോലും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. ആ അവസരത്തില് നമ്മൾ ഇവിടെ നിന്ന് അത് കളയണ്ട എന്നുള്ള ഒരു ചിന്തയാണ്. പൊതുവെ അത്തരത്തിലുള്ള കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ നമ്മൾ ഐഡിയൽ സ്കൂളിൽ വെച്ചുകൊണ്ട് നടത്തിയ ചർച്ചയിലൊക്കെ ആ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചതാണ് ഇങ്ങനെ പോവുക എന്നുള്ളത്. മറ്റേ 2 ആഴ്ച 3 ആഴ്ച നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു രൂപത്തിൽ തന്നെയായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ അവസാനത്തെ പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് നാളെ ഇശാ നമസ്കാരത്തിന് ശേഷം ഇവിടെ വെച്ച് നടക്കുന്നത്. എല്ലാ ആളുകളും പരമാവധി നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് ഉണ്ടാവുമല്ലോ. ചില വിഷയങ്ങൾ വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്നത് ചില ആളുകൾക്ക് സിമ്പിളായി തോന്നും. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചില ആളുകൾക്ക് അതായിരിക്കും ആവശ്യം. ഒരു കോമൺ ആയിട്ടുള്ള സദസ്സിനോട് സംസാരിക്കുന്ന പോലെയല്ല കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുക. അങ്ങനെ നമ്മൾ ഓരോ ആളുകളിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് അവരോടൊക്കെ ഈ പറയാനുള്ളതൊക്കെ ഒന്ന് തന്നെയാണ്. പറയുന്ന ശൈലിയിലെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ. ഏതായിരുന്നാലും ശരി, പരമാവധി ആളുകൾ, നിങ്ങളുടെ പരിചയത്തിലുള്ള പരമാവധി ആളുകളെ നാളത്തെ ആ പ്രോഗ്രാമിൽ നിങ്ങൾ എത്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഈ പ്രോഗ്രാമിലേക്ക്. ഇവിടെ ഒരുപാട് രക്ഷിതാക്കള്, ഉമ്മമാര്, അതേപോലെ തന്നെ കുട്ടികള് അവരുമായൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സദസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മോട് സംസാരിക്കേണ്ടുന്ന ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റ് സലാഹുദ്ദീൻ സലാഹി, അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അധ്യക്ഷ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദഅ്വാ രംഗത്ത് സജീവമായി നിലനിന്നുകൊണ്ട് ഋജുമനസ്കരായി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഘമായി എന്നും ഈ സംഘത്തെ നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ, സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളത്തെ സമയം ഇശാന് ശേഷം തന്നെ 8 മണി. എന്താണ് സീറ്റുകൾ ഒന്നും കൂടി ബാക്കിലേക്ക് ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ കുറച്ചുകൂടി ആൾക്കാർ പുറത്തിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ നാളത്തെ പ്രൊഫഷണൽ മീറ്റിംഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വിളിക്കേണ്ടത് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകള്, സഹോദരങ്ങള്, എഞ്ചിനീയർമാര്, അക്കൗണ്ടന്റുമാര്, അതേപോലെ തന്നെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അതുപോലെയുള്ള പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള മുഴുവൻ സഹോദരങ്ങളെയും വിളിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. السلام عليكم ورحمة الله. الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സന്തുഷ്ട കുടുംബജീവിതം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് താൻ കയറി വരുന്ന വീട് തികച്ചും സമാധാനാന്തരീക്ഷമുള്ളതാകണം എന്നാണ്. ഇത് ആഗ്രഹിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഭൂലോകത്തില്ല. പക്ഷെ പലപ്പോഴും വിള്ളലുകളും ചീറ്റലുകളും പാകപ്പിഴവുകളും എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണമെന്ന് നാം ഓരോരുത്തരും ആലോചിക്കുവാനും ചിന്തിക്കുവാനും, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുവാനും, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും, ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുവരാനുമൊക്കെ അതിനാവശ്യമായ പ്രചോദനം നൽകുക എന്നതാണ് ഇതുപോലെയുള്ള സംഗമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആമുഖമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ പരിപാടി അല്പം താമസിച്ചിട്ടുണ്ട് നമ്മുടെ മുഖ്യ പ്രഭാഷണം ആരംഭിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാന വിഷയവും അത് തന്നെയാണ്. മഗ്‌രിബിന് ശേഷം വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് ഇശാഇന്റെ മുമ്പായി അല്പസമയം കൂടി നമ്മൾ എടുക്കും, വേണ്ടി വന്നാൽ എന്ന ഒരു സൂചന നിങ്ങൾക്ക് നൽകുകയാണ്. കഴിഞ്ഞ 5-ാം തീയതി നടന്ന 3ാമത് അൽ ഫുർഖാൻ ഖുർആൻ വിജ്ഞാന പരീക്ഷ, അതിന്റെ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കലും ഇൻഷാ അല്ലാഹ് ഇതിനിടയിൽ ഇവിടെ നടക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മുഖ്യ ഭാഷണം നടത്തുന്നതിന് വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله.
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ നേതൃപദത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഈ സെന്ററിലേക്ക്, കേരള ഇസ്ലാഹി സെന്ററിലേക്ക് വളരെ സന്തോഷത്തോടെ, വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ആമുഖം ദീർഘമായി കുറിക്കുവാൻ വിചാരിക്കുന്നില്ലാത്തതുകൊണ്ട് നേർക്കുനേരെ വിഷയത്തിലോട്ട് പ്രവേശിക്കുക എന്നുള്ളതാണ് ഉചിതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും സന്ദർഭത്തിന്റെ ശക്തമായ താല്പര്യമനുസരിച്ച് ഒരു വാചകം മാത്രം കുറിച്ചു വെക്കട്ടെ. അത് ഇതാണ്. ഒരുപാട് പുതിയ ആളുകളൊക്കെ ഉണ്ടാവാം. അൽഹംദുലില്ലാഹ്, ഒരു പ്രസ്ഥാനത്തിന്റെ പ്രോഗ്രാം എന്ന നിലയിലല്ല നിങ്ങൾ ആരും ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മറിച്ച് ജീവൽഗന്ധിയായ ഒരു വിഷയമായതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമ്മളെല്ലാവരും വന്നത്. സഹോദരിമാരോട് ഒരു വാചകം തുടക്കത്തിൽ പറയുന്നു. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൈകളിലായതുകൊണ്ട്, കുഞ്ഞുങ്ങൾ നമ്മളുടെ ജീവന്റെ ഭാഗമായതുകൊണ്ട് അവരുടെ അഭാവം നമുക്ക് ദുരിതമായി തോന്നുന്നു, അവരുടെ സാന്നിധ്യം മഹാസന്തോഷമായി തോന്നുന്നു. അവർ കുഞ്ഞുങ്ങളാണ്, അവർക്ക് വിഷയത്തിന്റെ ഗൗരവം അറിയില്ല, അവർ ഒരു മതപരമായ സദസ്സിലാണ് എന്ന ബോധ്യവും അവർക്കില്ല. പക്ഷെ നിങ്ങൾക്കുണ്ട്, ഉണ്ടാവണം. വളരെയേറെ ശ്രദ്ധിച്ച് മൗനമായി ഇരുന്ന് വേണം ഇതൊക്കെ കേൾക്കാൻ. ഇവിടെ ഏറ്റവും മുന്തി നിൽക്കേണ്ടത് ഹൃദയമാണ് എന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, ഇവിടെയും ആവർത്തിച്ചു പറയുന്നു. ഇവിടെ ഹൃദയമില്ലെങ്കിൽ, നമ്മുടെ മനസ്സിവിടെ ഇല്ലെങ്കിൽ, ഇതിൽ പറയുന്നതൊന്നും ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഹൃദയ സാന്നിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ധന്യമായ ഒരു സംഭവമായി ഇത് മാറാം ഇൻഷാ അല്ലാഹ്. ഒരുപക്ഷെ ജീവിതത്തിലെ ഒരു വലിയ വഴികാട്ടിയായി, വെളിച്ചമായി, പ്രകാശമായി, ചിന്തയായി, പരിവർത്തനമായി, സ്നേഹിക്കാൻ പഠിക്കലായി ഒക്കെ ഇത് വന്നേക്കാം. ആദരിക്കലായി ഇത് രൂപപ്പെട്ടേക്കാം. ഈ ഓഡിറ്റോറിയത്തിലേക്കും ഇതിലെ കുറച്ച് ഇപ്പൊ നമുക്ക് തോന്നാണ് അത് പരിമിതമായ ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ബാഹുല്യവും തിരക്കും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ആയിരുന്നില്ല, കുറെ കൂടെ സൗകര്യമുള്ളിടത്താവണം എന്ന് തോന്നലുണ്ട്. പക്ഷെ ഇതാകാം ഏറ്റവും അനുഗ്രഹമായ. സൂറത്തു മുജാദലയിൽ പറയുന്ന ആ 11-ാമത്തെ വചനം, 58-11 സദസ്സിലേക്ക് ഒരാള് വന്നാൽ സൗകര്യം ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട്. ഒതുങ്ങിക്കൊടുക്കൂന്നാണ് ആ ഖുർആൻ വചനത്തിന്റെ ആകത്തുക. അത് ഇൽമുള്ളവർക്കേ സാധിക്കൂ എന്നും അല്ലാഹു പറയുന്നുണ്ട്. മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളുക എന്നതാണ് അതിന്റെ പ്രത്യേകത. ശരീരമൊന്ന് ഒതുങ്ങുന്നു, അഥവാ ഒതുങ്ങുന്നത് ശരീരമല്ല, മറിച്ച് മനസ്സാണ്. അതുകൊണ്ടാണ് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമ്മിലും കിടക്കാം എന്ന ചൊല്ല് അവിടെയാണ് ഏറ്റവും സൂട്ടബിൾ ആകുന്നത്. നിങ്ങൾ മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഈ വിഷയാവതരണത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ഓരോ വ്യക്തികളെയും ബാധിക്കുന്നതാണ്, എന്നെയും നിങ്ങളെയും ബാധിക്കുന്നതാണ്. കാരണം ഞാനൊരു കുടുംബനാഥനാണ്, ഞാനൊരു മകനാണ്, ആങ്ങളെയാണ്, ഇക്കാക്കയാണ്, അനുജനാണ്. ഇതെല്ലാം അവസ്ഥ എനിക്കുണ്ട്. എനിക്ക് ഇത്താത്തയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, എനിക്ക് അനിയത്തിയുണ്ട്, അനിയനുണ്ട്, അല്ലെ? വലിയൊരു കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ച് ശീലിച്ച ഒരാളിൽ നിന്നൊരു വിഷയാവതരണം വരുമ്പോൾ അത് അയാളെയും കൂടി ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. ഒന്നുകൂടി പറയുന്നു, ഞാൻ വേറെ നിങ്ങൾ വേറെ എന്ന നിലയിലല്ല, നമ്മളെല്ലാം ഒന്നാണ് എന്ന നിലയിലാണ്. ഇവിടെ എനിക്ക് എല്ലാരെയും പരിചയമാണ്. നിങ്ങൾ പേഴ്സണലി എനിക്ക് പരിചയമുണ്ടെന്നല്ല പറയുന്നത്. മുസ്ലിങ്ങൾ എന്ന നിലയിൽ
അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയിൽ നിങ്ങളെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളും അവഗണിക്കപ്പെടേണ്ടവനല്ല. അല്ല, അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അന്ന് ജീവിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ദീന് കിട്ടണം എന്നേ തിരുദൂതർ വിചാരിച്ചുള്ളൂ. പക്ഷേ അള്ളാഹു ആ ചോദ്യമുള്ള 10 വചനം അവിടെയുണ്ട് ഒരു പരിഗണന. അന്ധനാണ്, സാധാരണക്കാരനാണ്, എന്നാലും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം പരിഗണിക്കപ്പെടേണ്ടവനാണ് അല്ലേ? അത്രയും പരിഗണനീയരാണ് നമ്മളൊക്കെ. മാത്രവുമല്ല അള്ളാഹു ആദരിച്ചവരാണ് നമ്മളെല്ലാം. എല്ലാ വ്യക്തികളും അള്ളാഹു ആദരിച്ചവരാണ്. ഒരാളെയും അവഗണിക്കരുത് എന്ന സിദ്ധാന്തമാണ് ജീവിതത്തിലുടനീളം നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. അത് നമ്മളൊക്കെ സ്നേഹമുള്ളവരാണ്, നമ്മളൊക്കെ പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട് നന്മയുടെ തുരുത്തുകൾ അല്ലേ? എല്ലാവരുമായുള്ള ബന്ധങ്ങൾ അത് നമുക്ക് നോക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. മധുരിക്കുന്ന സന്തുഷ്ട കുടുംബം എന്നോ അല്ലെങ്കിൽ കുടുംബജീവിതം മധുരവും കയ്പും എന്നോ ഒക്കെ നിങ്ങൾക്ക് ഈ പ്രഭാഷണം CD ആയി ഇറങ്ങുമ്പോൾ തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. എന്തു കൊടുത്താലും ഇതിന്റെ കണ്ടന്റ് ആണ് പ്രധാനം. കുടുംബം മലയാളത്തിൽ ഒരു പദമാണ് കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതിൽ നിന്ന് കിട്ടി ഒരു കാര്യം, കൂടാതിരുന്നാൽ ഇമ്പം കുറയുന്നതുമാണ് എന്ന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. കൂടുമ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്, അറിയുമ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്, അടുക്കുമ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്. അകലുമ്പോഴോ അത് കുറഞ്ഞു കുറഞ്ഞു വരും. സ്വാഭാവികമാണ്. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. എവിടെ അടുക്കുന്നുവോ അവിടെ ബന്ധവും കൂടാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണിനോടാണ് നിരന്തരമായി സംസാരിക്കുന്നതെങ്കിൽ അത് ഭാര്യയിൽ നിന്ന് അകലാനും, കൂടുമ്പോൾ എവിടെയാണോ കൂടുതൽ കൂടുന്നത് അവിടെ തൊട്ട് ഇമ്പം മാറിപ്പോകാനും സാധ്യതയുണ്ട്. നല്ലവണ്ണം ആ പ്രയോഗത്തിന്റെ പ്രസംഗത്തിന്റെ 1.5 മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? എവിടെയാണോ കൂടുന്നത് അവിടെയാണ് ഇമ്പം ഉണ്ടാവുക. പല സ്ത്രീകൾക്കും പല പുരുഷന്മാർക്കും ഉള്ള ഏറ്റവും വലിയൊരു പരാതി എന്താണെന്നറിയോ? ഏറ്റവും വലിയ പരാതി എന്താ? വലിയൊരു കാറില് ഭാര്യയും ഭർത്താവും മുന്നിൽ നിന്ന് ഇങ്ങനെ പോണ്ട്, അങ്ങനെ പോവാണ്. അപ്പൊ അയാളും ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ഭാര്യയും സംസാരിക്കുന്നുണ്ട്. അയാൾ ചിരിക്കുന്നുണ്ട്, ഭാര്യ ചിരിക്കുന്നുണ്ട്, കൊഞ്ചുണ്ട്, കുഴയുണ്ട്, ഇല്ലുണ്ട്. പക്ഷെ അവര് പരസ്പരമല്ല. അവരുടെ ഫോണിന്റെ അപ്പുറത്ത് ആരോ ഉണ്ട്, അവർക്ക് പ്രിയങ്കരമാണ് അവർ. മിക്ക ഭാര്യമാരുടെയും ഏറ്റവും വലിയ പരാതി എന്താണ്? എന്റെ ഇക്ക, എന്നല്ലോ പറയുന്നത്, എന്റെ ഭർത്താവ് വേറെ ഒരു പെണ്ണുമായി സംസാരിക്കുമ്പോൾ എത്ര സംസാരിച്ചാലും അവർക്ക് മടുപ്പ് വരുന്നില്ല. എന്നോട് 2 മിനിറ്റ് സംസാരിക്കാൻ നമ്മൾ ഞാൻ തിരക്കില വെക്കുക, എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു പോകും. ഇത് വലിയൊരു പരാതിയായി ഇന്നത്തെ ലോകത്ത് ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രശ്നം? എല്ലാരും ചിന്തിക്കേണ്ട കാര്യമാണ്. മാതൃഭൂമി ഒരു ലേഖനം എഴുതി. ഇപ്പോ ഈ കഴിഞ്ഞ 2018 മെയ് 14-ാം തീയതി മാതൃഭൂമി ഒരു ലേഖനം എഴുതി. ഒരു ക്രിസ്ത്യാനിയായ എഴുത്തുകാരനാണ് ലേഖി. അതിൽ അദ്ദേഹം വളരെ ഗൗരവമായി പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് അയാളൊരു ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ തൊട്ടടുത്താണ് അയാളുടെ ഇരുത്തം. ആ ഇരുത്തം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. അത്രയും ടൈം ഭാര്യയുടെ കൂടെ ഇരിക്കാൻ അയാൾക്ക് സമയമില്ല. എവിടെയാണ് കൂടുന്നത് അവിടെയാണ് ഇമ്പം എന്ന് പറയുന്നത് വെറുതെ അല്ല ഞാൻ പറയുന്നത്. അത് അന്യ സ്ത്രീയാകാം, അന്യ പുരുഷനാകാം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് കാതലായി പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് നമ്മൾ ശരിക്കും പഠിക്കണം. എന്നിട്ട് അയാൾ പറയുന്ന ഒരു സ്ത്രീയുടെ അനുഭവം പറയുകയാണ്. കേരളത്തിൽ നടക്കുന്നതാണ് പറയുന്നത്, ലോകത്ത് നടക്കുന്നതാണ് പറയുന്നത്. എന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഭർത്താവിനെ ചതിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എന്റെ ഭർത്താവിനെ ചതിച്ചിട്ടില്ല. ഈ ഇടയായി ഞാൻ മനസ്സിലാക്കുന്നു, ഞാനല്ലാത്ത ഒരു പെണ്ണിനോട് എന്റെ ഭർത്താവിന് അമിതമായി സ്നേഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ പ്രധാനമാണ്. ഞാൻ വേഗം വിഷയത്തിൽ വന്നെന്നാൽ ഈ വിഷയം അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയാം. ഇവിടുന്ന് കേൾക്കുന്ന എന്തും ആരുമായും ബന്ധമുണ്ടായില്ല. അത് സ്വാഭാവികമാണ്. ഒരു കുത്തുബ കേട്ടാൽ അയാൾ എന്നെ പറ്റിയാണ് പറയുന്നത് തോന്നാം.
കാരണം ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതമാകുമ്പോൾ നാമുമായി അതിന് ബന്ധമില്ലെങ്കിൽ എന്റെ ഈ സംസാരത്തിന് എന്ത് പ്രസക്തി? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളോ ഞാനും നിങ്ങളുമായോ ബന്ധമില്ലെങ്കിൽ ഈ സംസാരത്തിന് എന്ത് പ്രസക്തി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സ്ത്രീ പള്ളിയിലച്ഛനോട് പറയുന്ന ഒരു സംഭവം ഈ ലേഖകൻ എടുത്തുദ്ധരിക്കുകയാണ്. അച്ഛോ, ഒരുപാട് കാലം എന്റെ ഭർത്താവിനെ ഞാൻ വിശ്വസിക്കുകയും നല്ല നിലയിൽ ഞങ്ങളുടെ ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ അറിയുന്നു എന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി കിടപ്പറ പങ്കുവെക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്തെല്ലാം ഉപദേശ നിർദ്ദേശങ്ങളും ഫലം ചെയ്യാതെ തുടരുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഞാനും ഒരു പുരുഷന്റെ കൂടെ കിടപ്പറ പങ്കുവെക്കാമെന്ന്. അത് എന്റെ ഭർത്താവിനും അറിയാം, അയാൾ പങ്കുവെക്കുന്നത് എനിക്കും അറിയാം എന്നാണ് ആ സ്ത്രീ പറയുന്നത്. വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ ജീവിതം അതല്ല. നിങ്ങൾക്ക് വളരെ ഗൗരവമായി ഞാൻ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ചിന്തകന്റെ ഒരു അനുഭവം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേര് റോണ്ടി പോഷ് എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 41-ാമത്തെ വയസ്സിൽ ട്യൂമർ ബാധിച്ച് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഡോക്ടർമാരെ, അതായത് 8ഓ 9ഓ ട്യൂമറിന്റെ അദ്ദേഹത്തിന്റെ തലയിൽ മരിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. അപ്പൊ ലാസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലൊക്കെ ഉണ്ട്. ആ പ്രസംഗം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട് സദസ്സില്. അപ്പൊ ആ സദസ്സിൽ അദ്ദേഹം പ്രസംഗത്തിൽ വളരെ കാതലായ 2 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് മക്കളുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ഭാര്യയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ആ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. അതിലൊന്ന് ഇതാണ്: എന്റെ മോൾ വളർന്നു വരുമ്പോൾ, എന്റെ പെൺകുട്ടി വളർന്നു വരുമ്പോൾ, എന്റെ പൊന്നുമോൾ വളർന്നു വരുമ്പോൾ അവൾ അറിയണം അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അവളെ ആദ്യം സ്നേഹിച്ചതും ഒരു പുരുഷനായ അവളുടെ അച്ഛനായിരുന്നു എന്ന്. ഏതൊരു പെണ്ണ് ജനിക്കുമ്പോഴും ആ പെണ്ണിനെ ആദ്യമായി സ്നേഹിച്ചു തുടങ്ങിയത് ആ പുരുഷനാണ്, അത് അച്ഛനാണ്, ഉപ്പയാണ് എന്ന് അവൾ അറിയണം. അവളെ ആദ്യമായി നിബന്ധനകളില്ലാതെ സ്നേഹിച്ചു തുടങ്ങിയ ആദ്യത്തെ പുരുഷൻ അച്ഛനാണെന്ന് എന്റെ മോൾ അറിയണം. അതാണ് പ്രധാനമായ ഒരു കാര്യം. രണ്ടാമതായി അദ്ദേഹം പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, പാവം എന്റെ ഭാര്യ, അവള് ഭാഗ്യവതിയാണ്, അവള് മഹാഭാഗ്യവതിയാണ്. ഞാനിപ്പോ ഏതാനും ദിവസത്തിനുള്ളിൽ മരിച്ചു പിരിയും, പക്ഷെ അവൾ ഭാഗ്യവതിയാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലോ അവളെ വഞ്ചിക്കാത്ത ഒരാളായിരുന്നു ഞാൻ എന്നതുകൊണ്ട് അവൾ ഭാഗ്യവതിയാണ്. എന്താ പറഞ്ഞത്? രഹസ്യമായോ പരസ്യമായോ ഞാൻ അവളെ ചതിച്ചിട്ടില്ല എന്നത്, ആ കാര്യത്തിൽ അവൾ മഹാഭാഗ്യവതിയാണ് എന്ന് പറയാം. ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് ഭാര്യ സദസ്സിലിരുന്നു. ഭാര്യ ഓടി സ്റ്റേജിലോട്ട് കയറി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങൊന്നും മരിക്കരുത്, അങ്ങൊന്നും മരിക്കരുത് എന്നാണ് പറയുന്നത്. ഇടമരിച്ചു പോവുകയും ചെയ്യും. ഞാനിവിടെ പറയുന്നത് വിശ്വാസ്യതയാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. ഏറ്റവും വലിയ മാനദണ്ഡം ഭർത്താവിനെ ഭാര്യ വിശ്വസിക്കുക എന്നതാണ്. സംശയത്തോടു കൂടി കാണുക, എന്നിട്ട് ഇങ്ങനെ ഓടി നടക്കുക, എല്ലായിടും ഫോൺ പരിശോധിക്കുന്നു, ചലനങ്ങൾ പരിശോധിക്കുന്നു, എന്തെങ്കിലും നിലക്ക്, എന്നിട്ട് ഇങ്ങനെ അതൊരു സംശയ രോഗമായി രൂപപ്പെടും. ആ രോഗം ഒരിക്കലും മരുന്നില്ലാത്ത, മെഡിസിൻ ഇല്ലാത്ത, ഒറ്റ മെഡിസിനേ ഉള്ളൂ, തൊല. അവിടേക്ക് ആ കാര്യങ്ങൾ എത്തിപ്പോവുകയാണ്. അതിന്റെ ബേസ് സ്ഥിതി ചെയ്യുന്നത് സംശയ രോഗം എന്ന ബീജത്തിലാണ്. രോഗാണു അവിടെയാണ് കിടക്കുന്നത്. പിന്നെ കണ്ണിൽ കാണുന്നതെല്ലാം പരപുരുഷ ബന്ധത്തിന്റെ സൂചനകൾ മാത്രമാണ്. ഭാര്യ പുരുഷനിലും പരസ്ത്രീ പരപുരുഷ ബന്ധത്തിലാണ് ഭാര്യയെ കാണുന്നത്, തിരിച്ചും കാണുന്നത് ഈ വിധത്തിലാണ് എന്നാണ് ശരിക്കും നമ്മൾ കേരളത്തിലെ, ലോകത്തിലെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ വിഷയത്തിന്റെ എല്ലാ മർമ്മത്തിലേക്കും നമ്മൾ എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ നോക്കൂ, ഒരു നാണയം ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് അസ്വാജ്, ഇണ എന്ന്. ഇണ എന്ന പ്രയോഗം അവിടെ നിന്നൊന്ന് ഖുർആനിലേക്ക് നിങ്ങൾ വന്ന് നോക്കൂ. യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, മിൻ നഫ്സിൻ വാഹിദ,
എന്താ മിൻ നഫ്സി വാഹിദ എന്ന് പറഞ്ഞാൽ ഒരേ ആത്മാവിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. ആണിനെയും പെണ്ണിനെയും ഒരേ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആണും പെണ്ണും ഒരേ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പ്രത്യേകതയുണ്ടോ? ഈ ഭാഗത്തിന് ഈ ഭാഗത്തേക്കാൾ പ്രത്യേകതയുണ്ടോ? ഒരിക്കലുമില്ല. ഒരു നാണയത്തിന് ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, രണ്ട് അർദ്ധ ആത്മാക്കളെ, അതൊന്നുകൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു നാണയത്തെ പകുത്തു എന്ന് വിചാരിക്കാം. ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു നാണയത്തെ പകുത്തു. അത് രണ്ട് മാതാപിതാക്കളുടെ മക്കളായി ആ രണ്ട് പാതി ജനിക്കുന്നു. ആ രണ്ട് പാതിയെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. അതാണ് ദാമ്പത്യ ജീവിതം. ഒന്നുകൂടി മനസ്സിലാക്കണം, ഒന്നുകൂടെ മനസ്സിലാക്കണം, ഗൗരവമായി മനസ്സിലാക്കണം. അതായത് ലക്ഷണം നമുക്കറിയാം, ഒരു 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ 200 കോടിയിലോളം ബീജഗണങ്ങൾ ഉണ്ടാകും. കോടിക്കണക്കിന് ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജത്തെ സൂറത്ത് ഖിയാമയിലെ 37-ാമത്തെ വചനത്തിൽ അത് ചോദിക്കാം. ആ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണമായിരുന്നില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിക്കണം. കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് അള്ളാഹ് കൃത്യപ്പെടുത്തിയ വ്യക്തമായി പറഞ്ഞ ആ ബീജമാണ് ഗർഭപാത്ര ഭിത്തിയിൽ ഇടിച്ച് ഉള്ളോട്ട് കയറുന്നത്, അണ്ടവുമായി കൂടിച്ചേരുന്നത്. അത് അള്ളാന്റെ തീരുമാനമാണ്. കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരു ബീജമാണ് അണ്ടമായി കൂടിച്ചേരുന്നത്. ഒന്നുകൂടി ചിന്തിക്കണം. അതുപോലെ തന്നെയാണ് കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഒരു പുരുഷനെ ആ സ്ത്രീക്ക് കരുതിക്കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഇപ്പൊ നമുക്ക് പലപ്പോഴും തോന്നും, എനിക്ക് ഇവിടെ ആയിരുന്നില്ല കിട്ടേണ്ടത്. എല്ലാരും ചിന്തിച്ചോളിട്ടോ, മൊല്യമാരും മൊലൈമാരും എല്ലാരും ചിന്തിച്ചു, എല്ലാരും മനസ്സിലായിക്കോളെ. ഞാൻ ശരിക്കും പറയാം, എനിക്ക് കിട്ടേണ്ടത് ഇതായിരുന്നില്ല, എന്തോ അന്നായിരുന്നില്ല എനിക്ക് കിട്ടേണ്ടത്. പണ്ടറങ്ങ അന്ന് 10 ദിവസത്തെ ലീവായിരുന്നു, അന്ന കണ്ടത്. എന്നാൽ അറിയുക, അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യം. പടച്ചോൻ തീരുമാനിച്ചാൽ നിന്റെ കണ്ണിൽ മറ്റൊരുവൾ എല്ലാം തികഞ്ഞവളാവാം, പക്ഷെ അവളും ജീവിച്ചിരുന്നു വേറൊരുത്തന്റെ കൂടെ. അവൻ പറയുന്നത് എന്തറിയോ? ജന്തു അന്നെ കിട്ടിയതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫലം. നമുക്ക് എന്താ തോന്നുന്നത്? ഓന്റെ ഭാര്യനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയായിരുന്നു. ഓൻ പറയുന്നത് എന്തറിയോ? മറ്റോന്റെ ഭാര്യനെ കിട്ടിയിരുന്ന എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയായിരുന്നു. നല്ലോണം ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം, നല്ലവണ്ണം ആലോചിക്കണം. നിങ്ങൾ മനുഷ്യനെ ആലോചിക്കണത് കിട്ടണോ? ഒരു വ്യക്തി ഉദാഹരണം ശരി എന്തെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈ ഭൂമുഖത്ത് എനിക്ക് കിട്ടേണ്ട ഏറ്റവും അർഹതപ്പെട്ട ഭാര്യയെ അള്ളാഹു എനിക്ക് തന്നു. അതാണ് എന്റെ റുക്സാനാണ് എന്റെ വിശ്വാസം. എനിക്ക് 6 കുഞ്ഞുങ്ങളെ അവളുടെ ഗർഭപാത്രത്തിൽ എന്ന് സൂറത്ത് സുമറിലെ 6 പറഞ്ഞ ആ ഗർഭപാത്രം അത് അള്ളാഹ് എനിക്ക് വേണ്ടി തന്നതാണ്. അവളല്ലാത്ത ഒരു സ്ത്രീയാണ് എന്നിലേക്ക് വരുന്നതെങ്കിൽ 3 കുഞ്ഞുങ്ങളോ 4 കുഞ്ഞുങ്ങളോ എന്ന സങ്കല്പം ഒരുപക്ഷെ അവൾക്കുണ്ടാവില്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, ആണായാലും പെണ്ണായാലും 2 കുഞ്ഞുങ്ങൾ മതി എന്ന് ശക്തമായി വാദിച്ച ഒരു ഉപ്പാന്റെ മോളും കൂടിയായിരുന്നു എന്റെ ഭാര്യ. ആ കുടുംബത്തിൽ 2-ൽ കൂടുതൽ മക്കളുള്ള ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ. അതെന്റെ റുക്സാന. ഞാൻ ഇത് പറയുന്നതിനറിയോ? അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തോന്നും, അത് നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ പറയുന്നത്, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളോടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, സംഗതിയുള്ള പള്ളയിലൊക്കെ ഉണ്ടായത്, കുട്ടികൾ എങ്ങനെ നല്ല കുട്ടികളായിപ്പോയി എന്ന് ചിന്തിക്കുന്ന മനസ്സിന്റെ ഉടമകൾ ഒരുപാടുണ്ട്. എന്നാ അറിയുക, ഇഷ്ടമായാലും കഷ്ടമായാലും നമ്മൾ അറിയണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തന്ന ആ പെണ്ണ്. പിന്നെ എവിടെയാണെന്നറിയോ? നേരത്തെ സലാഹുദ്ദീൻ സലാഹി പറഞ്ഞല്ലോ, കുറഞ്ഞ വാചകം, അതിലെ ഒരു വാചകം ഞാൻ എടുക്കുകയാണ്. എന്താണത്? അതെന്താ? നമ്മൾ ഈ ജീവിതത്തിനിടയിൽ തള്ളാനും കൊള്ളാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? സ്വന്തം ജീവിതത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിമർശിക്കുന്ന വാചകങ്ങളുണ്ട് ഹദീസുകളിൽ. അദ്ദേഹത്തോട് തന്നെ പറയാം, നീ ആരാണ്? നിന്റെ അസ്തിത്വം എന്താണ്? സ്വയം സംസാരിക്കുക. അങ്ങനെ ഒറ്റക്ക് വേറിട്ട് രാത്രി ഇരുന്ന് നമ്മൾ നമ്മളെ വിചാരണ കൂട്ടിൽ നിർത്തിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഭാര്യ കേടുവന്നതിൽ നല്ലൊരു കാരണം നമ്മളാണെന്ന് പറയും, അല്ലേ? ശരിക്കും പണ്ട് അബുദാബിയിൽ ഉള്ളൊരു എഴുത്തുപെട്ടി എന്ന് പറയുന്ന പാട്ടിലെ ഒരു വരി എന്തായിരുന്നു? പൊണ്ണന്നവനാണ് അവരുടെ തെറ്റിന്റെ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കർത്താവ്, അവളുടെ തെറ്റിന്റെ കർത്താവ് ആരാണ്? അവനാണ്. അല്ലെങ്കിൽ അവന്റെ തെറ്റിന്റെ കാര്യമാരാണ്? അവളാണ്. ജൂതന്മാരെ പറ്റി പറയുന്നിടത്ത് ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്,
അവരുടെ ഭാര്യമാർ പല പുരുഷനെ തേടിപ്പോകാനുള്ള കാരണം ഗുഹ്യസ്ഥാനങ്ങളിലെ രോമം നീക്കാത്ത വൃത്തികെട്ടവരായിരുന്നു ജൂതന്മാർ എന്നൊരു വാചകം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സ്വന്തം ഭാര്യ അണിഞ്ഞൊരുങ്ങി മണിയറയിൽ മണവാട്ടിയായി വരണമെന്ന് വിചാരിക്കുന്ന പുരുഷ, നീയും അതുപോലെ അണിഞ്ഞൊരുങ്ങി വരാൻ കൊതിക്കുന്ന ഒരു ഹൃദയം അവളിലുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ബെഡ്റൂമിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇബ്നു അബ്ബാസ് 1400 വർഷം മുമ്പ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനൊന്നും ആയിരുന്നില്ല, മുത്തുനബിയുടെ ശിഷ്യനായി. അത് വളരെ ഗൗരവമായ കാര്യമാണ്, മുത്തുനബിയുടെ ശിഷ്യനായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ എന്റെ ഒരു പ്രസംഗത്തിലെ പരാമർശം ഏറിയ ഗോളുകളൊക്കെ ഉണ്ടാക്കി, കേരളത്തില് ഏറിയ ഗോളുകളൊക്കെ ഉണ്ടാക്കി. എല്ലാവരുടെ തിരക്കെന്താണ്? ജോലിക്ക് പോകണം, ആര് പോകണം? പെണ്ണ് പോകണം, ആണിനേക്കാൾ മുമ്പ് പെണ്ണ് പോകണം. എന്തേ ഉണ്ടായത്? പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നും ആ വാദക്കാരന് പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയോ അബദ്ധങ്ങളുടെ സഞ്ചാരമുണ്ട്. അതെവിടെയാണ്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സാഹചര്യമാണ് തെറ്റിന്റെ ഒരു കാരണം, സന്ദർഭമാണ്, അവസ്ഥയാണ്, വിശേഷമാണ്. ഇതെല്ലാം ഉണ്ടാവും. മടുപ്പ് തോന്നലുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ടാണ് കൂടുമ്പോൾ ഇമ്പമുള്ള ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം നടക്കുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഇസ്ലാമിൽ പ്രേമം അനുവദനീയമാണോ? ചോദ്യം. അപ്പൊ അതിനെ മറുപടി പറയാൻ എനിക്കായിരുന്നു അവസരം. ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, പ്രേമിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ ഏക മതം ഇസ്ലാം മാത്രമാണ്. പ്രേമിച്ചോളൂ, പ്രേമം അനുവദനീയമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒറ്റ മതമേ ഉള്ളൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് കല്യാണത്തിന് ശേഷമാണ്. വിവാഹത്തിന് ശേഷം പ്രേമം. നമ്മുടെ അവസ്ഥ എന്താ? പ്രേമിച്ച് കല്യാണം കഴിഞ്ഞതിനോട് പ്രേമം അവസാനിച്ചു. പരിശോധിച്ചോളി ആധുനിക ലോകത്ത്. കാരണം പ്രേമിക്കുന്നവർക്ക് എന്ത് ഫസ്റ്റ് നൈറ്റ് ഉള്ളത്? പ്രേമിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് ഇല്ല. അറിയാനെന്താ ഉള്ളത്? ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണ് കൗതുകത്തോടു കൂടി നമ്മൾ നോക്കുകയാണ്, എന്തൊക്കെയായിരിക്കും അവരുടെ ക്വാളിറ്റി, എന്തൊക്കെയായിരിക്കും അവരുടെ ദുർഗുണം എന്ന്. മറ്റതൊക്കെ അറിയാം, മനസ്സിലാക്കി കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പ് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്ത് ത്രില്ല ആ ദാമ്പത്യ ജീവിതത്തിലുള്ളത്? ഒരു ത്രില്ലുമില്ല എന്ന് തിരിച്ചറിയില്ല, ഒന്നുമില്ലെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഖുർആനിന്റെ സുപരിചിതമായ മനോഹരമായ ഒരു വചനം, അതെല്ലാരും നിക്കായിൽ കേട്ടതാണ്. അന്ന് പുതുമയോടുകൂടി വേറൊരു തലത്തിൽ കേട്ടോളി. പടച്ചോന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. എത്ര സ്ഥലത്തത് പറയുന്നുണ്ട്? ഫനാറിലെ ക്ലാസ്സിൽ എന്നത് 10 സ്ഥലത്ത് ഉദ്ധരിച്ചു ഉമർ ഫൈസി. എന്ന് തുടങ്ങുന്ന ഖുർആനിക വചനം. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതെന്താണെന്നറിയുന്നത്? അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. അപ്പൊ എന്റെ ഭാര്യയുടെ കൂടെ ഇരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങള് മുറ്റത്ത് ചില്ലറ പണിയൊക്കെ എടുക്കുന്നതിനിടയ്ക്കിടയിൽ പറമ്പിന്റെ ഒരു ഭാഗത്ത് നല്ല ഉറച്ചു കിടക്കുന്ന മണ്ണ് ചൂണ്ടിക്കാണിച്ച് ഞാൻ പറഞ്ഞു, നീ നോക്ക്, ഇവിടെ കൈക്കോട്ട് കൊത്തിയാൽ, ഒരു പിക്കാസ് എടുത്ത് കൊത്തിയാൽ നല്ല ഉറപ്പുള്ളതാണ്, അന്നേ അധ്വാനിക്കേണ്ടി വരും ആ മണ്ണൊന്ന് പൊട്ടിക്കിട്ടാൻ. അവൾ പറഞ്ഞു ശരിയാണ്. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, അതിശക്തമായി കാർമേഘത്തിൽ നിന്ന് ഘനീഭവിച്ച് അത് മഴയായി പെയ്ത് ഭൂമിയെ ചുംബിച്ച് മഴവെള്ളം ഇറങ്ങി ആ പ്രതലത്തെ നനച്ചാലോ പിന്നെ നമുക്ക് കൈകൊണ്ട് മാന്തിയെടുക്കുമാറ് ആ മണ്ണ് പാകപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് നീയും ഞാൻ. മണ്ണിന് പരിക്കനായ അവസ്ഥയുണ്ട്, മഴവെള്ളം വന്ന് ചളിയാകുന്ന അവസ്ഥയുണ്ട്. നമ്മൾ നടന്നുപോയ അതേ സ്ഥലമാണ് 3 ദിവസം തുടർച്ചയായി മഴ പെയ്തപ്പോൾ നമ്മുടെ കാലും ചെരുപ്പും ആ ചളിയിൽ കൊണ്ടുപോയത്. മണ്ണാണ്, മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ പടച്ചത്. മണ്ണിന്റെ എല്ലാ വികാരങ്ങളും മനുഷ്യനുണ്ടാവും, എല്ലാ വികാരങ്ങളും. അതായത് നമുക്ക് തലവേദന തോന്നാറുണ്ട്, നമ്മളെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ കുറിച്ച് കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾക്കറിയുമോ, എന്നെ അവൾ അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവളുടെ മനസ്സിൽ ശക്തമായി രൂപപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? എന്നെ നിങ്ങളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. രണ്ടുപേരും ഒരേ തട്ടിൽ നിൽക്കുകയാണ്. എന്താണ് പ്രശ്നം? മണ്ണ് കൊണ്ടാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. മണ്ണ് വ്യത്യസ്തമാണ്. വ്യത്യസ്ത മണ്ണിനാൽ പടക്കപ്പെട്ട മനുഷ്യരിൽ വ്യത്യസ്തമായ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്.
അൻ ഖലഖലകും മിൻ അൻഫുസികും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? എടോ, നിങ്ങളെ പോലുള്ള ഒരു പച്ച ജീവിതാണത്. ഇത് ആ കേറി വന്നിട്ടുണ്ടല്ലോ, അത് വേലക്കാരിയായിട്ട് കൊണ്ടുവന്നതല്ല. അല്ല അല്ല അതിന്റെ ഞാൻ ഒരു സംഭവം പറയാം. കേരളത്തിൽ നടന്നതാണ്. ആ ദമ്പതിമാർ ഇപ്പോൾ ജീവിക്കുന്നു. 2 ദമ്പതിമാരുടെ കഥ പറയാം. കഥയല്ല, ചരിത്രം. നിങ്ങൾ എന്റെ കൂടെ പോന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. തലശ്ശേരിയാണ്, മാഹിയുടെയും തലശ്ശേരിയുടെയും ഇടയിലാണ്. ഒന്ന് മലപ്പുറം ജില്ലയിലാണ്. പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലെത്തി. കല്യാണം കഴിക്കാമെന്നാണ് ഈ ചെറുപ്പക്കാരൻ. കല്യാണം കഴിക്കാമെന്നാണ്. അവിടെ വന്നു, നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെടുത്തു. 2 മാസം അവളോടൊപ്പം ജീവിച്ചു. ഞാൻ ഓരോന്ന് പറഞ്ഞു പോവുകയാണ്, ഒത്തിരി പറയാനുണ്ടല്ലോ. 2 മാസം ഭാര്യയുടെ കൂടെ ജീവിച്ചു. സുഖകരമായ ജീവിതം, ധന്യമായ ജീവിതം. അവൾക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന് അവളെയും ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2 മാസം കൊണ്ട് അവർക്ക് അവരെ മനസ്സിലായിട്ടുണ്ട്. അത്രയും നല്ല ജീവിതം. 2 മാസം കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ പ്രവാസത്തിന്റെ ഉശ്വരമായ ഭൂമിയിലേക്ക് ഗദ്ഗദകണ്ഠനായി വിമാനം കയറിയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വിമാനം കയറിയാണ് ഗൾഫ് രാജ്യത്തേക്ക് യാത്ര. ഗൾഫിലെത്തി. ഗ്രഹാതുരത്വം, വേർപാടിന്റെ വേദനകൾ. വേർപാട് വേദനയാണ്. വേർപാട് ഏതൊരു കൊച്ചു വേർപാടും വേദനയാണ്. ആളുകൾ പിരിയുമ്പോൾ ഞാൻ ഇന്ന് എന്റെ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞു, നാളെ മുജാഹിദ് ഒരു 2 ദിവസം നിനക്കൊരു ഫീലിംഗ് ഉണ്ടാവും. കാരണം മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ചു, പലതും സംസാരിച്ചു, ജീവിതം പങ്കുവെച്ചു. വേദനയാണ് വേർപാട്. ഏത് വേർപാടും വേദനയാണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ നഷ്ടപ്പെടുക, സംഘടനകൾ പിളരുക, ആളുകൾ വേറെ തുരുത്തിലായി പോവുക, ബന്ധങ്ങൾ ശിഥിലമാവുക. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം അതാണ്. ആത്മമിത്രത്തെ നഷ്ടപ്പെടുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒരു വേദനയാണ്. സ്നേഹിച്ച ഭാര്യ പിരിഞ്ഞു പോവുക, അവൾ ദുഃഖിതയായി ഇറങ്ങിപ്പോവുക, തനിക്ക് അവളെ വേണ്ടെന്ന് കോടതി വരാന്തയിൽ പറയുമ്പോൾ ദുഃഖകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവുക. അങ്ങനെ അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് വന്നു. കല്യാണം കഴിഞ്ഞു ഭാര്യയുടെ കൂടെ 2 മാസം ജീവിച്ചു. അയാള് പ്രവാസ ലോകത്തേക്ക് വന്നു. 10 ദിവസം വന്നിട്ട് 10 ദിവസം നാട്ടിൽ അയാൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അയാളുടെ ഭാര്യയെ കുറിച്ചാണ് ഫോൺ കോൾ. എന്താ ഫോൺ കോള്? നമ്മൾ ആരും മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചതല്ല സംഭവം. അവളെന്തോ വല്ല ജപീം ചെയ്തോ? ഒന്നുമല്ല. അവൾക്ക് ട്യൂമറാണ് എന്ന വിവരമാണ്, ക്യാൻസർ ആണ് എന്ന വിവരമാണ് ഭർത്താവിന് കിട്ടുന്നത്. ജീവിച്ച് 2 മാസമായിട്ടേ ഉള്ളൂ. വന്നിട്ട് 10 ദിവസമായി. അവളെ കുറിച്ചുള്ള ഓർമ്മകളിലാണ്. നല്ല ഓർമ്മകളിലാണ്. നല്ല കുട്ടിയാണ്. അതാണ് പ്രധാനം. അപ്പൊ പറഞ്ഞു, എന്താണ് സ്റ്റേജ്, എന്താണ്? എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ക്യാൻസറിന്റെ 4 സ്റ്റേജും കഴിഞ്ഞു. രക്ഷിക്കാൻ മനുഷ്യന് സാധ്യമല്ലാത്ത വിധം ആ കുട്ടി എത്തി നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് ജീവിതം? എന്നതിന്റെ പൊരുൾ എന്താണ്? അത് പറയാനാണ് ഞാൻ. എന്നതിന്റെ പൊരുൾ എന്താണ്? എന്നതിന്റെ പൊരുൾ എന്താണ്? അതറിയാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം അയാള് ഭാര്യ വീട്ടിൽ വിളിച്ചു. ഭാര്യ വീട്ടുകാര് പറയാണ്, ഈ പെൺകുട്ടിയുടെ ഉപ്പയും മീൻ പറയും, മോനെ അവളിനി ജീവിക്കില്ലെന്നാണ് അതിവിദഗ്ധനായ ഡോക്ടർ പറയുന്നത്. നീ അവളെ ഒഴിവാക്കിക്കോ. ഇനി അവൾക്ക് വേണ്ടി ഒരു ചെലവും കാര്യമൊന്നും നീ വഹിക്കണ്ട. അല്ലെങ്കിൽ തന്നെ പ്രവാസ ലോകത്ത് നീ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നീ അവൾ ആരാ പറയുന്നത്? ഈ കുട്ടിയുടെ ഉപ്പയുമാണ് പറയുന്നത്. അവന്റെ വീട്ടുകാരും പറയുന്നു, ശരി അവര് പറഞ്ഞല്ലോ ഒഴിവാക്കാം, നമുക്ക് വേറൊരു ജീവിതം തുടങ്ങാം എന്ന് പറയുന്നു. സമ്മതിച്ചില്ല ആ ചെറുപ്പക്കാരൻ സമ്മതിച്ചില്ല. അപ്പോ ഈ പെൺകുട്ടിയെ നോക്കുന്ന ഡോക്ടറെ കൊണ്ട് അവർ വിളിപ്പിക്കണം. പിന്നെ അവന്റെ ഫോണിലേക്ക് ഫോൺ കോൾ വരുന്നത് ഡോക്ടറുടേതാണ്. ഡോക്ടർ പറയുന്നു, മോനെ ഞാൻ ഇന്ന് ഡോക്ടറാണ്, നിന്റെ ഭാര്യയെ നോക്കുന്ന ആളാണ്. ഇന്നാണ് നമ്മുടെ അവസ്ഥ. ഞാൻ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. മനുഷ്യർ എന്ന നിലയിൽ രക്ഷപ്പെടുത്താൻ പറ്റിയ അവസ്ഥയിലല്ല അവൾ. ഒരു സർജറി ഒന്നും നടക്കില്ല. അതുകൊണ്ട് നീ അവളെ ഒഴിവാക്കിക്കൊന്നാണ് നിന്റെ വീട്ടുകാരി. അപ്പം പറഞ്ഞു, അവൾ മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചു, ഡോക്ടറെ ശരിക്കും നിങ്ങളുടെ ദൗത്യം എന്താണ്? മരിക്കും എന്ന് പറയലാണോ നിങ്ങളുടെ ദൗത്യം? അല്ല, ജീവിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം എന്നാണോ നിങ്ങൾ പറയേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ഭാര്യയുടെ മേൽ നിങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. മെഡിസിൻ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും നമ്മുടെ നിയന്ത്രണത്തിലല്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഈ ചെറുപ്പക്കാരൻ നേരെ എയർപോർട്ടിൽ പോയത്. നേരെ വണ്ടിയുമായി ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കേബിനിലേക്ക് കയറി ചെന്നു. നിങ്ങൾ ഫോൺ ചെയ്ത ചെറുപ്പക്കാരൻ ഞാനാണ്. നിങ്ങൾ നോക്കുന്ന പേഷ്യന്റിന്റെ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഞാനാണ്. ഇനി ഞാൻ പറയുന്ന സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം, ഞാനാണ്. ഡോക്ടർ പറഞ്ഞു, നിന്റെ കാര്യം മഹാത്ഭുതമാണ്.
ഞാൻ നിന്നെ വെറുതെ പറഞ്ഞതല്ല, നിന്നോട് വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ബിസ്ക്കറ്റ് ഇപ്പൊ കൊടുക്കണോ? ബിസ്ക്കറ്റ് തിന്നില്ലെങ്കിൽ മരിച്ചു പോവോ? ഇപ്പം വേണ്ട, ഇപ്പൊ ചായയും വേണ്ട, ബിസ്ക്കറ്റും വേണ്ട. ശ്രദ്ധ പോവും, ഉറപ്പില്ലേ? അതാ വിഷയം. ഉറപ്പേ അല്ലേ? പിന്നെ ഐറ്റാ ജിബിരിയിൽ മുമ്പിൽ നിൽക്കുന്ന മുഹമ്മദ് നബിമാരാണ് ഞങ്ങൾ. അതല്ല, വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം പറഞ്ഞു വരുമ്പോ ആ പണിയെടുക്കരുത്. അപ്പൊ ആ വിഷമം കൊണ്ട് പറഞ്ഞു ഞാൻ ഫീൽ ചെയ്യുന്ന ആളാവട്ടെ. ഞങ്ങള് വളരെ, ഞാൻ ഉറങ്ങാതെ 3 ദിവസം ഈ വിഷയം ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതൊരു ഗൗരവപ്പെട്ടൊരു മാറ്റർ ഇങ്ങനെ പറഞ്ഞു വരുന്നതിനിടെ ക്ഷമിക്കണം. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയല്ല, വേണ്ട തൽക്കാലം. അങ്ങനെയൊരു സോമാലിയിൽ നിന്ന് വന്നിട്ട് ഒന്നും കിട്ടാണ്ട് ബിസ്ക്കറ്റുകൾ കിട്ടാത്തൊരു ഒന്നുമല്ലല്ലോ നമ്മള്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, മോനെ ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞായിരുന്നു, ഇന്ന് എന്നതൊക്കെയാണ് അവളുടെ അവസ്ഥ, എല്ലാവരും പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇന്നലെ പറഞ്ഞു, നിന്റെ കാര്യം എനിക്ക് ഇപ്പോഴും ആശ്ചര്യമാണ്. അപ്പൊ അവൻ പറയുന്നൊരു വാചകമാണ്, അതങ്ങ് ഡോക്ടറെ ഞാൻ ഒരു മുസ്ലിം, മുസ്ലിം മാത്രമല്ല, ഞാനൊരു മുജാഹിദ്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവല്ല, ഞാനൊരു മുജാഹിദ്, എനിക്കങ്ങനെ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഈ അമുസ്ലിമായ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കണം, ഡോക്ടറെ അവളുടെ ഉപ്പല്ലേ, ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ പെൺകുട്ടിയുടെ ഉപ്പ 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു, ഞങ്ങളുടെ 2 പേരുടെ വലത്തെ കൈയും ഒന്നിച്ച് കുറച്ച് നിമിഷമുണ്ടായി. കുറഞ്ഞ സമയം ഞങ്ങൾ ഇങ്ങനെ അമർത്തി പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചൂട്, കൈയിന്റെ ചൂട് ഞാൻ അനുഭവിച്ചിരുന്നു. അന്ന് അദ്ദേഹം എന്റെ കൈവെള്ളയിൽ തൊട്ട് എന്റെ ശരീരത്തിന്റെ സ്കിന്നിലൂടെ ഒരു വലിയ മെസ്സേജ് പാസ് ചെയ്തിരുന്നു. അതെന്താണ്? അതിന് മീസാക്കൻ വലിയതാന്ന് പറയാം, സുദൃഢമായ കരാറ്, പരമകാരുണ്യകനായ റബ്ബിനെ സാക്ഷി നിർത്തിയ ഒരു മഹാകരാറ്. 18 കൊല്ലം ഞാൻ എന്റെ മോളെ കണ്ണിലുണ്ണിയായി വളർത്തി, അവളുടെ ഓരോ വളർച്ചയും നോക്കിക്കണ്ട് ആസ്വദിച്ച് ചിന്തിച്ച് പഠിപ്പിച്ച് വളർത്തിയെടുത്ത് ഞാൻ എന്റെ മോളെ ഇനി വിശ്വസിച്ച് നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച മീസാക്കൻ വലിയതാണ്. അതെ, അവൾക്ക് രോഗം വന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല. രോഗം എന്നത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കാര്യമാണ്. ആക്സിഡന്റ് എന്നത് അപ്രതീക്ഷിതമായി കടന്നു വരുന്നതാണ്. രോഗം വരുമ്പോഴേക്ക് ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിന്റെ കുടവുലാത്താൻ മനുഷ്യത്വം നഷ്ടപ്പെട്ടവനൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം. ഇൻഷാ അല്ലാഹ് എന്റെ ഭാര്യയെ അല്ലാഹു ശിഫയാക്കിയേക്കാം. അൽഹംദുലില്ലാഹ്. ലോക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് പ്രതീക്ഷയും ഭാര്യയോടുള്ള സ്നേഹവും കണക്കിലെടുത്ത് അല്ലാഹു ആ പെൺകുട്ടിയെ തിരിച്ചു നൽകി അവരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ സംഭവം അബുദാബിയിൽ നടന്നതാണ്. സലീം ഖാന്റെ കഥയാണ്. ഏത് സലീം ഖാൻ? ഞാൻ നേരത്തെ പറഞ്ഞ മാഹിയുടെ, ഞാൻ പല സന്ദർഭങ്ങളിൽ ആ വീട്ടിൽ പറഞ്ഞു. താഹിറത്താത്തയും സലീം ഖായും പത്രത്തിലൊക്കെ വന്നതാണ്, മാധ്യമത്തിൽ വലിയ ലേഖനം വന്നതാണ്. എന്താ സംഭവം? ഇതുപോലെ കല്യാണം കഴിഞ്ഞു അബുദാബിയിൽ നിന്ന് വന്നു. താഹിറത്ത എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഉന്നത കുലജാതയായ 60 വയസ്സാ സ്ത്രീക്ക് കഴിഞ്ഞു. ഇപ്പോഴും ഒരാള് കല്യാണം കഴിച്ച 30 വയസ്സുള്ള ഒരു ചെറിയ നായിത്താക്കാൻ കെട്ടിക്കുന്നു. അത്രയും വലിയ സുന്ദരി, താഹിറ എന്ന പേരിനെ അന്വർത്ഥമാക്കിയ ഒരു സ്ത്രീ. സുബ്ഹാനല്ലാഹ്, ഞാൻ എത്രയോ തവണ ഞാൻ കണ്ടിരിക്കുന്നു. എന്താ പ്രശ്നം? കല്യാണം കഴിച്ചു, ഇതുപോലെ 2 മാസം ഭാര്യയുടെ കൂടെ നിന്ന് അബുദാബിയിലേക്ക്. ഒരു അപകടം ഉണ്ടായി, ഒരു ആക്സിഡന്റ്. അവിടെ ചെന്ന ഉടനെ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അരോഗദൃഢഗാത്രനാണ് സലീം ഖാൻ, അതീവ സുന്ദരനുമാണ്, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള പട്ടാളത്തിലായിരുന്നു അദ്ദേഹം. ആക്സിഡന്റ് പറ്റിയിട്ട് അരയുടെ തായ്ഭാഗം കംപ്ലീറ്റ് ജീവനില്ലാതെ. അങ്ങനെ അവിടുത്തെ പ്രാഥമിക ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് കൊണ്ടുപോകും. ഭയങ്കര നിരാശയായിരുന്നു. താഹിറത്താത്തന്റെ വീട്ടിലെ കുടുംബക്കാർക്ക് മുഴുവനും നിരാശയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ട് അതും നല്ലൊരു പെൺകുട്ടി. കാലം മനുഷ്യരിലും വിടവ് വീഴ്ത്തു. സലീം ഖാൻ അരയുടെ ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് തീരെ ശേഷിയില്ല. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്ന ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. നല്ല 70-72 വയസ്സുണ്ട് സലീം ഖാൻ. നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുകയാണ്, കട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കാലില് ഒരു വെള്ള തുണി വിരിച്ചിട്ടുണ്ട്, അരയുടെ ഭാഗത്ത് നിന്ന് താഴോട്ട്. ഞാൻ അവിടെ ഇരുന്നു, കാരണം എന്നെ വലിയ ഇഷ്ടമായി. എന്റെ പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ജീവൻ. ആ വീട്ടിൽ എന്റെ പ്രഭാഷണമാണ് അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് അവർ പറയുന്നു. അങ്ങനെ എന്നെ കാണാൻ വിളിച്ചതാ. ഞാൻ അവിടെ ചെന്നു.
ഞാനൊരു എനിക്ക് കണ്ണു നിറഞ്ഞു, സലീംക്കാക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യ വർത്താനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒന്നും തോന്നിയില്ലെങ്കിൽ ആ മെലിഞ്ഞ് ഉണങ്ങിയ ഈത്തപ്പനയുടെ തണ്ട് ഉണങ്ങിയതുപോലെ ചുക്കി ഉണങ്ങിപ്പോയ ആ 2 കാല് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ തുണി ഇങ്ങനെ പൊക്കിയപ്പോ വല്ലാഹി അദ്ദേഹത്തിന്റെ 2 കാലുകൾ ഒരു തെങ്ങോല ഉണങ്ങിയാൽ അതിന്റെ തണ്ട് ഉണങ്ങാവുന്നതിന്റെ മാക്സിമം ഉണങ്ങിയാൽ എങ്ങനെയുണ്ടോ അങ്ങനെയുള്ള 2 ഭാര്യയുടെ തായ്ഭാഗം മുഴുവൻ. കല്യാണം കഴിഞ്ഞ് 2 മാസം ഭാര്യയുടെ കൂടെ ജീവിച്ച് തിരിച്ചു പോവാണ് അദ്ദേഹം. ഈ താഹിറ താത്താനെ ലോകം മുഴുവൻ ഉപദേശിച്ചു, സലീംക്ക ഉപദേശിച്ചു, എന്നെ കൊണ്ട് നിനക്ക് എന്താ, ഒരു കുഞ്ഞുണ്ടാവില്ല, ദാമ്പത്യ ജീവിതമില്ല, അരയുടെ ഭാഗത്ത് താഴോട്ട് യാതൊരു ചലനവുമില്ല, നീ എത്രയോ ചെറുപ്പക്കാരിയാണ്, ഞാൻ നിന്നെ ഒഴിവാക്കില്ല. താഹിറത്ത പറഞ്ഞു, പറ്റില്ല. നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പുരുഷനാണ്. എന്റെ ഉപ്പാന്റെ കൈപിടിച്ച് എന്നെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് മഹർ നൽകിയ മനുഷ്യനാണ്. മരിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവുന്നില്ല. താഹിറത്ത പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിച്ചു. അവർക്ക് കുഞ്ഞില്ല. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നത്. വളരെ ധന്യമാണ്. أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. മവദ്ദത്ത്, പ്രേമം, സ്നേഹം അത് എവിടുന്ന് ഉണ്ടാവുന്നത്? അത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. അതെപ്പോഴുണ്ടാവുക എന്ന് ചിന്ത കൊണ്ടാണ് അത് ഉണ്ടാവുക. ഒരു ഉദാഹരണം പറയാൻ ഞാൻ, ചിന്ത കൊണ്ടാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ആദ്യമായി നമ്മൾ ആ പെണ്ണിനെ 2 കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചു പോരുമോ, എനിക്ക് ഭാര്യ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, അവളായിട്ട് നമ്മളെ സങ്കല്പിക്കാം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭാര്യ എണീക്കാൻ പറ്റാത്ത വിധം തലവേദനയോ വയറുവേദനയായിട്ട് ഒരു ദിവസം കിടന്നു നീങ്ങാൻ. എന്റെ വീട്ടിലെ അവസ്ഥ പറയാം, 6 മക്കളെ പറഞ്ഞേക്കണമെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് 6 മക്കളെ പറഞ്ഞേക്കണം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു പെണ്ണെന്താന്ന് അറിയാനാണ് ഞാൻ പറയുന്നത്. ഭാര്യ കിടന്നു നീ എന്ന് വിചാരിക്കുകയാണ്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കോള മനസ്സിലാവും ഓളെന്തായി. ആ കിച്ചണിൽ രാവിലെ കയറിയിട്ട് മക്കളെ പറഞ്ഞേക്കുന്നവരെങ്ങുണ്ടല്ലോ, നമ്മൾ 30 ആണുങ്ങൾ ഒന്നിച്ചു ചേർത്ത് കഴിയില്ല. പക്ഷെ ഓളൊറ്റക്ക് മതി, ഓളെ 2 കൈയും. അതാ പെണ്ണ. ഞാൻ ഒരു കാര്യം കൊണ്ടല്ലോ ചോദിച്ചോട്ടെ, ജീവിതത്തില് ഒരു അറപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ അടിവസ്ത്രം എടുക്കാൻ ശരി, നമ്മുടെ ഭാര്യമാരുടെ അടിവസ്ത്ര ജീവിതത്തിൽ എപ്പോഴെങ്കിലും അലക്കി കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരും തെറ്റി ധരിക്കരുത്. ജീവിതത്തിൽ ഓളെപ്പോഴെങ്കിലും അയച്ചിട്ട് എടുക്കാതെ നിങ്ങളങ്ങ് അലക്കിക്കളി എന്ന് പറഞ്ഞല്ലോ. ഇല്ല. പെണ്ണാരാന്നല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് അതാ പറഞ്ഞത്. മർദാന്റെ വീട്ടിലേക്ക് വന്നല്ലോ, ഭാര്യയെ പറ്റി പരാതി പറയാൻ വന്നല്ലോ. ആ സന്ദർഭത്തിൽ ഞാൻ ചുരുക്കി പറയാൻ, എനിക്ക് പുതുമയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞൊരു കാര്യം, അതെ എങ്ങോട്ടാ പോണം, ഇങ്ങോട്ട് വാങ്ങും ഒന്നുമില്ല, പട പേടിച്ച് മന്ത്രത്തിൽ ചെന്നപ്പോ മന്ദം കൊടുത്തി പടയുടെ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചാടി കളിക്കണത്. ഞാൻ എന്ത് പറയാൻ, എന്റെ ഭാര്യ ചാടി കളിക്കണത് പറയാൻ ഇവിടെ വന്നത്. ഇവിടെ നോക്കുമല്ലേ നിങ്ങളെ ഭാര്യ, അത് ഖലീഫ ഉമറിന്റെ ഭാര്യ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ശരി അതൊക്കെ ശരി, അവിടെയും ചാടി കളിക്കുന്നുണ്ട് ഇവിടെയും ചാടി കളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ചാടി കളിക്കുമ്പോൾ നിങ്ങൾ 2 ആൾ ഒന്നിച്ച് ചാടുന്നുണ്ട്, ഇവിടെ ഒരാളെ ചാടുന്നുള്ളൂ, ഓള് മാത്രം. ഞാൻ മിണ്ടാണ്ട് അഞ്ച് കണ്ടോ ചോദിച്ചു. ഞാൻ മനസ്സിലാക്കി ഓളെന്തല്ലോ പറയുന്നുണ്ട്. പ്രധാനം കയ്യും കെട്ടി ഇങ്ങനെ ചിരിച്ചിങ്ങനെ നോക്കിയില്ല. ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിട്ടെ, എല്ലാവരോടും വളരെ, അതായത് സൂറത്ത് റഅദിലെ 13 വചനം എനിക്ക് വിവരിക്കേണ്ടല്ലോ, അതെല്ലാം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഭാര്യനെയും മക്കളെയും പാപ്പാനെയും മാനെയും ഒക്കെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു രംഗം സൂറത്ത് റഅദ് വിവരിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ മുതലോട് വായിച്ചു നോക്കിയാൽ നമ്മുടെ മധുരിക്കുന്ന സന്തുഷ്ട കുടുംബമായി. സൂറത്ത് റഅദിലാണ്. ഞാൻ മറന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തണം, 13-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനം. അതാണ് ഏറ്റവും അതിലെ കണ്ടന്റ് ആയിട്ട് വരുന്ന വചനം. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത്. ആ വന്ന അന്ന് മുതൽ ജീവിച്ച് മരിച്ച് പിരിയുന്നത് വരെ അവളാരാ? കൂലി വാങ്ങാത്ത വേലക്കാരി അല്ലേ? ആലോചിച്ചുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഞാന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യുന്ന കാര്യം പറയാം. നമ്മള് രാവിലെ സുബൈസ്കരിച്ച് വീട്ടിലോട്ട് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും പ്രവാസിക്ക് വേഗം മനസ്സിലാവും. സുബൈസ്കരിച്ച് വേഗം വന്നാൽ നമ്മൾ പറയും, ഞാനൊരു 8 മണി വരെ കിടക്കട്ടെ, ഈ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിച്ചോ. ശരി, ഒരു പിറ്റേന്ന് രാവിലെ
ഓള് സുബൈസ്കരിച്ചു. ഞാൻ 8 മണി വരെ കിടക്കട്ടെ, നിങ്ങൾ പിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിച്ചോളി പറഞ്ഞാലോ. നമ്മള് വളരെ ഗൗരവമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഓള് ചൂലിയായിട്ടായിട്ട് ഇറങ്ങി മുറ്റടിച്ച് കയറി 10 മിനിറ്റ് കൊണ്ട് കഴിയും. നമ്മൾ അതേ ചൂല് വാങ്ങിയിട്ട് മുറ്റം മുഴുവൻ അടിച്ചു കയറണമെങ്കിൽ അന്ന് ഉച്ചേറി എടുക്കും. കിതച്ചിട്ട് മനുഷ്യന് ഓക്കെ എന്താ കറുപ്പില്ലേ, നാളോളം അങ്ങനെ സൃഷ്ടിച്ചു. ഒരു അത്ഭുതമാണ്. കാലിന്റെ മുട്ട് നിലത്ത് കുത്തിച്ചിട്ട് 5 ബെഡ്റൂമോട് തുടച്ച് എണീറ്റ് പോയി. ഞാനോ മോളോ ആ 5 ബെഡ്റൂം തുടക്കുകയാണെങ്കിൽ കാലിന്റെ മുട്ട് പിന്നാലെ പിടിച്ച് നിർത്തേണ്ടി വരും. ഈ തമിഴ്നാട്ടുകാരെ കൊണ്ട് പറഞ്ഞ ഐഡിയ. ഒരാ ചെറിയ ഗട്ടറിൽ ഇറങ്ങിയിട്ട് പിന്നെ ഫോണിന്റെ കേബിൾ കുഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ടാ കുഴിക്കുക. അങ്ങനെ നമ്മൾ പോലും നിൽക്കുന്ന അത്ര സമയം നിന്ന് പിന്നെ ഇങ്ങനെ തന്നെ നടക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ആ ബംഗാളിയും മലയാളിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ആണും പെണ്ണും തമ്മിൽ. ഇനി ഇതിനേക്കാൾ മനസ്സിലാക്കി തരാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എത്ര കഴിയൂ. ആ നിലക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു എന്താ പറഞ്ഞേ? എടാ, നിന്റെ ഭാര്യ നിന്നോട് 2 പറയുമ്പോ നീ 4 പറയും. ഓള എന്റെ അരക്കെട്ടിലേക്ക് ചാടി ഓളെ കഴുത്തിലേക്ക് ചാടും. ഇതാണോ അവിടെ നടക്കുന്നത് ചോദിച്ചാൽ ഇവിടെ എന്താ നടന്നതെന്ന് ചോദിച്ചു. ഇവിടെ ഭാര്യ ചൂടായി സംസാരിക്കുന്നത്, നിങ്ങൾ ഉണ്ടാണ്ടിരിക്കുന്നത്. അതെ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ആ വാചകം എല്ലാരും കേട്ടത്. അതെ, ഓളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് മുതൽ നമ്മളെ മുഴുവൻ ഡ്രസ്സ് ഓളാണോ അലക്കണത്? നമ്മുടെ വീട് ശുദ്ധിയാക്കുന്നതും നമ്മുടെ മക്കളെ ഗർഭം ധരിക്കുന്നതും നമ്മുടെ മക്കളെ ചുമക്കുന്നതും നമ്മുടെ മക്കൾക്ക് പാല് കൊടുക്കുന്നതും നമ്മുടെ മക്കളുടെ എല്ലാ പ്രയാസപ്പെടുത്തലിലും സകലതും പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങുന്നതും അവളാണോ? അതെ. എങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിപ്പോകുമ്പോ, വേദനകൾ ഒന്ന് പൊട്ടി വരുമ്പോൾ അവളെ മനസ്സിലാക്കാത്ത നിന്നോട് അവൾ ഒന്ന് ചാടിയാൽ നിനക്കൊന്ന് തലകുനിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ ഖലീഫാവ്. അവിടെ ഞാൻ ഒന്നുകൂടി പറയും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. രാവിലെ ഒരു 3:30-ക്ക് എഴുന്നേറ്റ് നമ്മുടെ ഭാര്യമാർ, അല്ലെങ്കിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ ഭാര്യമാർ കിച്ചണിൽ എത്തേണ്ട അവസ്ഥയാണെന്ന് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാം. എല്ലാവർക്കും അറിയാം. ഇവിടെയൊക്കെ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ ഇപ്പൊ കണ്ട്, ഞാൻ എന്റെ പെങ്ങളെ കൂടെയായിരുന്നു. എന്റെ പെങ്ങളുണ്ട് ഇവിടെ. ഒറ്റ മോളേ ഉള്ളൂ ഇവിടെ, ബാക്കിയുള്ള നാട്ടിലാണ്. രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ കിച്ചണില് എങ്ങനെയാണ് പഠിച്ചു കയറി സ്കൂളിൽ എത്തുന്നത് ഇതെല്ലാരും കാണുന്നുണ്ട്. ആ പെണ്ണിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയാൽ പുരുഷനെന്ന മഹത്വത്തിന് ഒരു വിലയില്ല. അള്ളാന്റെ മുമ്പിൽ ഒരു വിലയില്ല. കാരണം എന്താ അറിയുന്നത്? ആ പെണ്ണിനെങ്ങനെ കെട്ടിക്കൊണ്ടുപോയി. ഞാൻ ഒരു കഥ പറയുകയാണ്. ഞാനുമായി ബന്ധപ്പെട്ടത് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ കല്യാണ ദിവസം മെയ് 1-ാം തീയതിയായി, 2000 മെയ് 1-നായിരുന്നു. അസറിനായിരുന്നു കല്യാണം. ഒരു സ്കൂൾ മുറ്റത്ത് വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യ എന്റെ വീട്ടിലോട്ട് 4:30 ആവുമ്പോ, 5 മണിയാകുന്നതിന് മുമ്പ് എന്റെ ഭാര്യയും അവളുടെ കുടുംബത്തിൽപ്പെട്ടവരും എന്റെ വീട്ടിലോട്ട് കയറി വന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും ഒരു ഗ്ലാസ് മധുരവെള്ളവും ഒരു ലഡുവും ഒരു പഴവും ഒരു ബിസ്ക്കറ്റും ആയിരുന്നു കല്യാണത്തിന്റെ ഇത്. അയാളെ കഴിഞ്ഞ് ഞാൻ വേഗം വീട്ടിലോട്ട് വന്ന് അവള് എന്റെ വല്യമ്മ അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, വേറെ എന്റെ മുത്തമ്മേനും വരെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ അവളുടെ കൈവിരലിലേക്ക് നോക്കിയപ്പോ അവളുടെ ഒരു കൈവിരല് 8 കാലി കടിച്ചിട്ട് വളരെ ചീഞ്ഞ് അലിഞ്ഞ് പഴുത്ത് നിൽക്കുന്ന ഒരു കൈവിരലായിട്ടാണ് വന്നത്. ഇത് കണ്ടോടനെ ഞാൻ ചോദിച്ചു, എന്താ ഇത്? അത് കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്തായിരുന്നു കിടന്നത്. അപ്പൊ നിലത്തുനിന്ന് 8 കാലി കടിച്ചാണ്. ഞാൻ ചോദിച്ചു, ഡോക്ടറൊന്നും കാണിച്ചില്ല. എന്നാ വാ നമുക്ക് പോകാം. അതിന് ഞാൻ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടിയിട്ടാണ് തിരിച്ചു പോയി. ഞാൻ അപ്പൊ ആലോചിച്ചൊരു പോയിന്റാണ് നിങ്ങളോട് പറയുന്നത്. നിക്കാഹ് കഴിഞ്ഞ് അരമണിക്കൂർ കൊണ്ട് അവൾ എന്റെ വീട്ടിലെത്തുമ്പോൾ അവളുടെ കൈയുടെ വേദന എന്റെ വേദനയായി തീരുന്ന അത്ഭുതം, അവളുടെ നൊമ്പരം എന്റെ നൊമ്പരമായി തീരുന്ന അത്ഭുതം. അന്ന് മുതൽ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കുകയാണ്. അരമണിക്കൂറായിട്ടേ ഉള്ളൂ. പ്രസവിച്ചിട്ടൊരു കുഞ്ഞിന്റെ ബാധ്യത അരമണിക്കൂർ കൊണ്ട് ഒരു പിതാവ് ചിലപ്പോൾ ഏറ്റെടുത്തോളുന്നില്ല. പക്ഷേ നിക്കാഹ് കഴിഞ്ഞ ആ നിമിഷം മുതൽ എത്ര ദൈർഘ്യമേറിയ കാലം ഒരു പെണ്ണിന്റെ ചുമതല ഏറ്റ്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നമ്മൾ ഏറ്റ്. അതാണ് അത് നിക്കാഹിന് ശേഷം മവദ്ദത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിക്കാഹ് കഴിഞ്ഞ ആ നിമിഷം മുതലാണ്. എന്തൊക്കെ ഭാവനകളുമായിട്ടായിരിക്കും അന്ന് മണീറയിലേക്ക് നമ്മൾ യാത്ര തിരിക്കുക. ആയിഷ ബീവിയെ നബി കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസം കണ്ണിൽ കാണുന്നത് പോലെ പലപ്പോഴും
ഇമേജ് അതിങ്ങനെ കാണുന്നത് പോലെ ആ ഹുജുറാത്തുകളിൽ ഒരു സ്ഥലത്ത് ആയിഷ ബീവി നാണം കുടുങ്ങിയായി നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രവാചക തിരുമേനി ആയിഷ ബീവിയെ സ്വീകരിച്ച് ഒരു മൺപാത്രത്തിൽ ഇത്തിരി പാല് കുടിക്കുന്ന രംഗമുണ്ട്. നാസറുദ്ദീൻ അൽബാനി ദാമ്പത്യ ജീവിതം എന്ന മേറ്ററിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മൺപാത്രത്തിൽ പാല് ചുണ്ടുവെച്ച് കുടിച്ച് പാല് പാതിയായപ്പോൾ ആയിഷ ബീവിയുടെ നേരെ നീട്ടി ബാക്കി കുടിക്കൂ ആയിഷ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇത് സിനിമയും സീരിയലും ഒന്നല്ല, മുഹമ്മദ് നബിയിൽ നിന്ന് കടമെടുത്തതാണ്. ലോകത്തിലെ എല്ലാ നന്മ നിറഞ്ഞ മേറ്ററുകൾ ആയിഷ ബീവിക്ക് ചുണ്ടുവെച്ച് കാണിച്ചു കൊടുത്തു. ഇത് പറയുമ്പോൾ ഗൗരവമായി നമ്മൾ അറിയണം. ദാമ്പത്യ ജീവിതത്തിന്റെ മേന്മ പറയുമ്പോൾ വളരെ വളരെ ഗൗരവമായി നമ്മൾ അറിയണം. ആ ആയിഷ ബീവി പിന്നീട് ജീവിതത്തിൽ ആയിഷ ബീവി പറയാറുണ്ട്, ഒരു ഇറച്ചി കടിച്ചാൽ, പ്രവാചകൻ ഒരു ഇറച്ചി കടിച്ചാൽ ആ കടിച്ച ഭാഗം ആയിഷ ബീവിക്ക് കൊടുക്കും. ആയിഷ ബീവി ആ ഭാഗം കടിച്ചു അല്ലേ? ഒരു ആപ്പിളിന്റെ കഷ്ടം കടിച്ചാൽ ആയിഷ ബീവിയുടെ വായിൽ നിന്നുള്ള പാതി നബി സ്വീകരിക്കും. സ്നേഹമായിരുന്നു, അറിയുകയായിരുന്നു പരസ്പരം, മനസ്സിലാക്കുകയായിരുന്നു പരസ്പരം. സഹിക്കുകയല്ല, ഓളെ സഹിക്കുക, ഓനെ സഹിക്കുക, അങ്ങനെയല്ല. ഭർത്താവിനെ സഹിക്കുകയല്ല വേണ്ടത്, ഉൾക്കൊള്ളാണ് വേണ്ടത്, അംഗീകരിക്കുകയാണ് വേണ്ടത്, അറിയാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ലോകപ്രസിദ്ധനായ ലിയോ ടോൾസ്റ്റോയ്, റഷ്യയിലെ ലോകം പറഞ്ഞ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. ഈ ലിയോ ടോൾസ്റ്റോയ് സ്നേഹവും അന്ന കരീന, സ്നേഹവും യുദ്ധവും എന്നൊക്കെ, യുദ്ധവും സമാധാനം എന്നൊക്കെ നോവൽ എഴുതിയിട്ടുള്ള ആളാണ്. ഭൂമനം പ്രശസ്തനാണ്. ഗാന്ധിജി പോലും മാതൃകയാക്കിയിട്ടുള്ള ആളാണ് ലിയോ ടോൾസ്റ്റോയ്. ആ ലിയോ ടോൾസ്റ്റോയ് മരിക്കുന്ന എങ്ങനെ അറിയുന്നത്? ലിയോ ടോൾസ്റ്റോയ് മരിക്കുന്ന എങ്ങനെ അറിയുന്നത്? ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞിട്ടാണ്. എന്നും ഭാര്യയും ഭർത്താവും. ആരാ ലിയോ ടോൾസ്റ്റോയ്? ലോകപ്രസിദ്ധനായ സാഹിത്യകാരനാണ്. ഭാര്യയുമായി ഉടക്കുമായിരുന്നു, പലപ്പോഴും തമ്മിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ദിവസം ഭയങ്കരമായ ശണ്ട കൂടി രണ്ടാണ്. ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒത്തുപോവില്ല, ഇനി നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുകയാണ്. 82 വയസ്സുണ്ട് അന്ന് ലിയോ ടോൾസ്റ്റോയ്. 82 വയസ്സ്. ടോൾസ്റ്റോയ് നടന്നു 80 കിലോമീറ്റർ ദൂരെ നടന്നു. അദ്ദേഹം ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് നടന്ന് 80 കിലോമീറ്റർ പോയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന് അങ്ങനെ മരിച്ചു വീണു അദ്ദേഹം. പിറ്റേന്ന് രാവിലെ സ്റ്റേഷൻ മാസ്റ്റർ വന്നു നോക്കുമ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ ഒരു ബോഡി. ആ മഞ്ഞ് മാന്തി മരച്ചിട്ട് നോക്കുമ്പോൾ ലിയോ ടോൾസ്റ്റോയ്. ഇതാണ് ലിയോ ടോൾസ്റ്റോയ് എന്ന ലോകം കണ്ട സാഹിത്യകാരന്റെ മരണം. എന്നാ മുഹമ്മദ് നബിയുടെ മരണം എന്തായിരുന്നു? ജീവിതത്തിന്റെ പൂർണ്ണതയെ പ്രാപിച്ച മഹാജാലനാണ് തിരുദൂതർ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആയിഷ ബീവിയുടെ പടിത്തട്ടിൽ പ്രവാചകന്റെ ശിരസിന് ഘനം തൂങ്ങി. ആ രംഗങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ജീവിതമാണ് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഏരിയ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആയിഷ ബീവിയുടെ മടിയിൽ റസൂൽ കിടക്കുമ്പോഴാണ് ആയിഷ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ അറാഖിന്റെ കൊള്ളിയിലേക്ക് നോക്കി. പ്രവാചക തിരുമേനിയുടെ അറാഖിന്റെ കൊള്ളി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനെ മനസ്സിലാക്കിയ ഭാര്യയായ ആയിഷ ബീവി ചോദിച്ചു, അല്ല, അങ്ങൊന്നിന് പല്ല് തേക്കാൻ ആ അറാഖിന്റെ കൊള്ളി വേണമോ? റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി ആ പരിക്കൻ കൊമ്പ് വാങ്ങി, ഞാൻ സ്ത്രീകളോട് പ്രത്യേകം പറയുന്നു, ആ പരിക്കൻ കൊമ്പ് വാങ്ങി വായിലിട്ട് അണപ്പല്ലിലിട്ട് കടിച്ച് അത് പരുവമാക്കി. ആ കൊള്ളിയെ പാകപ്പെടുത്തി, നബിക്ക് പല്ല് തേക്കത്തക്ക രൂപത്തിൽ പാകപ്പെടുത്തി വായിലിട്ട് കടിച്ചു പരുവപ്പെടുത്തുമ്പോ എന്തൊക്കെ വരും? ആയിഷ ബീവിയുടെ തുപ്പുനീരും ഉമിനീരും എല്ലാം കലർന്ന് അതേ സംഗതി കൊണ്ട് മിസ്വാക്ക് ചെയ്ത് ആയിഷ ബീവി പറയുന്നുണ്ട്, ലോകഗുരു എന്റെ മടിയിൽ തലവെച്ച് കിടന്ന് മരിക്കുമ്പോൾ എന്റെ വായിലെ ഉമിനീരും തിരുദൂതരുടെ ഉമിനീരും ഒന്നു ചേർന്ന് ആമാശയത്തിലൂടെ കടന്ന് ലയിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെ തുപ്പുനീരും ഒന്നു ചേർന്നാണ് എന്റെ തിരുദൂതർ ലോകത്തോട് വിട പറഞ്ഞത്. ലിയോ ടോൾസ്റ്റോയുടെ മരണവും റസൂലിന്റെ മരണവും സങ്കല്പിക്കുമ്പോൾ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് ഖുർആനിലെ 33-ാം 21 ഏറ്റവും മാതൃകായോഗ്യനായി ജീവിച്ചു മരിക്കുന്ന റസൂൽ. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് അപമര്യാദയായി എന്തെങ്കിലും നബി പെരുമാറിയിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ പുരുഷൻ
ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. ഒന്നുകൂടി ചിന്തിക്കാൻ നമുക്ക്. ഞാന് രണ്ട് നിലക്കുള്ള കാര്യങ്ങൾ ഇതിൽ പറയും. ഭർത്താവ് ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി സ്ത്രീകളോട് ഞാൻ പറയാം. സ്ത്രീകളുടെ ഒരു സൃഷ്ടിപ്പിന്റെ പ്രകൃതം അനുസരിച്ചുകൊണ്ട് പറയാം. രണ്ട് കൂട്ടരിൽ നിന്നും ഉണ്ടാകേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന് പറയാം. ശരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഹദീസ് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ, അല്ലാതെ വയലത്തൂർ തങ്ങൾ ദർഗന്റെ മുമ്പിൽ മുമ്പിട്ടതിന്റെ പേരില്ലാതെ. ഹദീസ് അങ്ങനെയാണെങ്കിൽ അതാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു തങ്ങളുടെ മുമ്പിലുള്ള സുജൂദോ ദർഗന്റെ മുമ്പിൽ അള്ളാന്റെ റസൂൽ പറയുന്നത് എന്താണ്? രണ്ടാമതൊരു സുജൂദ് ലോകത്ത് അള്ള കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരും മുമ്പില? ഭാര്യ ഭർത്താവിന്റെ മുമ്പിലാണ്. ആ ഹദീസ് എല്ലാവർക്കും അറിയാലോ. അതിന്റെ അർത്ഥം എന്താ? സുജൂദ് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഭർത്താവിനെന്ന് പറയാൻ നബി വെറുതെ പറയില്ല. ആ ഭർത്താവിന്റെ ഈ ഹദീസ് വെച്ചിട്ടുള്ള കാര്യം ഞാൻ ഗവേഷണം നടത്തിയെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് കാലം ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു പോയിന്റ് പറയാം. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ വിവാഹപ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സ്. ഈ 18 വയസ്സ് ഉള്ളൊരു കുട്ടിനെ കെട്ടിച്ചെടുത്ത് കൊടുത്തു. നീ 22 വയസ്സുള്ള ഒരു പയ്യന്റെ കയ്യിൽ 18 വയസ്സുള്ള കുട്ടിനെ കെട്ടിച്ചു. 70-75 കൊല്ലം അയാൾ ജീവിച്ചു. ഒരു 60-65 കൊല്ലം ഓളും ജീവിച്ചു എന്ന് വിചാരിക്കുക. ഈ 18 വയസ്സുള്ള കുട്ടി ഉപ്പാന്റെ കൂടെയാണോ ആ കുട്ടി കൂടുതൽ ജീവിച്ചത്? ഭർത്താവിന്റെ കൂടെയാണോ കൂടുതൽ ജീവിച്ചത്? നമ്മൾ വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ട് പോയിണ്ട. ഒന്നുകൂടി പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പോയിന്റ് പരാജയപ്പെട്ടു. അതെന്താ അറിയോ? ഈ എനിക്ക് പെൺകുട്ടികളുടെ, നിങ്ങൾക്കൊക്കെ പെൺകുട്ടികളുടെ, പലർക്കും പെൺകുട്ടികളിലൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. ഈ മക്കൾ എന്ന് പറഞ്ഞ ഒരു മഹത്തായ ഭാഗ്യമാണ്. മഹത്തായ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹത്തായ ഭാഗ്യം. എനിക്ക് ഏറ്റവും ചെറുത് അബ്ദുള്ളയാണ്. ഞാനൊരു പ്രോപ്കോണിന്റെ മുമ്പ് ബാംഗ്ലൂർ പോയി ക്ലാസ് എടുക്കാൻ. എന്റെ മോൻ പറഞ്ഞു ഞാനുണ്ട്. ഞാൻ കൊണ്ടുപോയി. ചെറിയ മോനാണ്, 3 വയസ്സിലായി കൊണ്ടുപോയി. അപ്പം അവിടെ എത്തിയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാം പെട്ടിയൊക്കെ അവിടെ വെച്ചൊക്കെ ആക്കി ഡ്രസ്സൊക്കെ മാറ്റി തന്നെ എടുത്ത് ഇവൻ അപ്പുറത്തെ റൂം പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, പാപ്പിക്ക് എന്താ വിചാരം? പാപ്പിക്ക് എന്താ വിചാരം? ഞാൻ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ച പറയാം, നല്ല വിചാരം തന്നെയല്ലേ? ഒരു ചെറിയ കുട്ടിയെ നല്ല എന്താണ് ആദ്യം ചോദിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അല്ല പാപ്പിക്ക് എന്താ വിചാരം ചോദിച്ചു. അത് ഞാൻ നോക്കിയാണ് നല്ല വിചാരം തന്നെയല്ലേ? ഞാൻ വിചാരിക്കാൻ ഒരു ചിന്തയാണ് പറയുന്നത്. നമുക്ക് ആ ഒരു വാചകം കൊണ്ട് എനിക്കിപ്പോ എന്താ പറയുക, ഏറ്റവും കാണാനുള്ള കൊതി ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കുള്ള ഒരു എഫക്റ്റാണ്. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ കരളിന്റെ അങ്ങനെ ഒന്നുമല്ല, അതിന്റെ ഒക്കെ അപ്പുറത്താണ്. നമ്മുടെ കരളിൽ പൊരുത്തം കുത്തിയാലേ നമുക്ക് പ്രശ്നമല്ല. നമ്മളെ മുള തൊട്ടാലോ, നമ്മളെ കരളിന് പൊരുത്തം കത്തിയോണ്ട് കുത്തിയാലേ നമ്മൾ സഹിച്ചേക്കാം. നമ്മളെ മുള കുത്തിയാലോ പൊരുത്തം കത്തിയോണ്ട്. അപ്പൊ കരളിന്റെയും മേലെ നമുക്ക് പറയാനാകുള്ള 2 അവയവോ കരളിൽ ഹൃദയം എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ് പരിമിതപ്പെടുത്തുകയാണ്. സത്യത്തെ അങ്ങനെ പറഞ്ഞ് പരിമിതപ്പെടുത്തുകയാണ്. അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, മക്കളൊക്കെ സൗഭാഗ്യമാണ്, പെൺകുട്ടികൾ മഹാസൗഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ പെൺകുട്ടികളായതുകൊണ്ടാണ്, നമ്മുടെ മോളായതുകൊണ്ടാണ് അവൾക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. സത്യല്ലേ? എത്ര പെൺകുട്ടികൾ വേറുണ്ട്, അവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. നമ്മളെ മോളായതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. അവളെ നമ്മൾ പഠിപ്പിച്ചു. നമ്മുടെ മോളായതുകൊണ്ടാണ് പഠിപ്പിച്ചത്. അവൾക്ക് രോഗമായി, അവൾക്ക് രോഗമായ ഭാര്യ ആരെയാ വിളിക്കുക? നമ്മളെ വിളിക്കുക. ആ മോക്ക് സുഖമില്ല, നിങ്ങൾ വേഗം വരണമെന്ന് പറയും, അല്ലേ? അപ്പൊ നമ്മുടെ മോളായതുകൊണ്ടാണ് നമ്മൾ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരും ചികിത്സിച്ചത്. ശരി, കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്ന ഈ പുരുഷന്റെ ആരാ ഉള്ളത്? മോളാ? ബാധ്യതയാ? ഭാര്യയാണ്. അല്ലെ? മറ്റതൊക്കെ രക്തബന്ധത്തിൽ നിന്ന് വരുന്നതാണ്. കുടുംബബന്ധം, രക്തബന്ധം, അതിനപ്പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറി എടുത്തൊരു പെണ്ണ് അവിടെ നിന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. 18ാമത്തെ വയസ്സിൽ ഈ ബാപ്പയെ ഏൽപ്പിച്ചത് മുതൽ അന്തസ്സായി ജീവിക്കുന്ന പുരുഷന്മാർ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഓളപ്പാനോട് ഒന്നും വാങ്ങില്ല. ഒരു മൊട്ടൻ റുപ്യ പോലും വാങ്ങില്ല. എല്ലാ ഡ്രസ്സും ഒക്കെ എത്ര കൊല്ലം? 40 കൊല്ലത്തിലധികം. ബാപ്പ 18 കൊല്ലം നോക്കി, ബാപ്പയായിട്ട് പോലും നോക്കിയ 18 കൊല്ലം. പക്ഷെ 40 കൊല്ലം പിന്നീടോളം വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും താമസവും രോഗവും എന്തൊക്കെ അവളായിട്ട് ബന്ധപ്പെട്ടോ അതൊക്കെ ആരാ ചെയ്തു കൊടുക്കുന്നത്? ഈ സ്വാതന്ത്ര്യ പുരുഷന. സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം, അറിയണം. അതോട് ചേർത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അതെന്താ? നിങ്ങൾ ഐസ്ബർഗ് കണ്ടിട്ടുണ്ടോ?
കടലിന്റെ മുകളിലോട്ട് പൊന്തി കിടക്കുന്ന ഐസ് കട്ട കണ്ടിട്ടുണ്ടോ? അതിന്റെ 80% കടലിന്റെ അടിയിലേക്ക് നമ്മൾ കാണുന്നില്ല. 20% നമ്മൾ പുറത്തേക്ക്. ഇതാണ് ഭർത്താവ്. അതെന്താ പോലെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും പറഞ്ഞുതരാം. അതായത് എനിക്കിവിടെ നിന്നുകൊണ്ട് എന്റെ ഭാര്യ ഇപ്പൊ ചെയ്യുന്ന എല്ലാ ജോലിയും എനിക്ക് കാണാൻ പറ്റും. എനിക്ക് കാണാൻ പറ്റും, നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ കാണാൻ പറ്റും. അതെന്താ? എന്റെ വീട്ടിൽ 3 ബെഡ്റൂമാണുള്ളത്. ആ 3 ബെഡ്റൂം ഓൾ അടിച്ചുവാരും തൂത്തുവാരും. പിന്നെ അലക്കാൻ ഇത്ര കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓൾ അലക്കണ ഇത്രയാണ്, ഓൾ ചെയ്യണത് ഇത്രയാണ്, ഇത്ര കുട്ടികളുടെ ഭക്ഷണമാണ് ഓൾ ഇടുന്നത്, ഇന്ന ചെമ്പിലാണ് ഓൾ ചോറ് വെക്കണതെന്നൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളൊക്കെ ഇവിടുന്ന് ജോലി ചെയ്യുന്നത് ഭാര്യമാരില്ലാത്ത ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് എവിടെയാണെന്ന് കാണാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? നിങ്ങൾ സഹിക്കുന്ന വേദന എന്താണെന്ന് അറിയാൻ പറ്റുമോ? മേലുദ്യോഗസ്ഥൻ കുളിച്ചതിരി അറിഞ്ഞിട്ട് വന്ന് കിടക്കുമ്പോൾ പോലും നിങ്ങളോട് കൊഞ്ചി കൊഞ്ഞ് സംസാരിച്ചിട്ടാവുന്നു. വേദന മനസ്സിലുള്ള ഓൾ അറിഞ്ഞോ? ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഐസ് കട്ടയുടെ പ്രത്യേകത 80% താഴെ. ഭർത്താവ് ഒരിക്കലും ഭർത്താവ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ബസ് മിസ്സായിട്ടുണ്ടാവും. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബസ് ഇട്ടിട്ടുണ്ടാവുക. അടുത്ത അരമണിക്കൂർ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ അയാൾ കുടിച്ച ചീത്ത പറഞ്ഞിട്ട് എല്ലാവരും മുമ്പിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടാവും. തിരിച്ചു ഇങ്ങോട്ട് പോരുമ്പോ ബസ്സിൽ പാനി കയറുമ്പോ പരിക്ക് പറ്റിയിട്ടുണ്ടാവും, കൈ വിട്ടുപോയി, വീണു, കാലിന്റെ മുട്ടുന്നു തോല് പോയി. ഇതൊക്കെയാണെങ്കിലും മാർക്കറ്റിൽ ചെന്ന് 2 കൈയിലും ഭാര്യ പറഞ്ഞ സാധനമൊക്കെ വാങ്ങി ഈ സാധു രാത്രി വീട്ടിലേക്ക് കയറി വരും. അയാളെ അറിഞ്ഞിട്ടില്ലേ അവള് പൂർണ്ണമായും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇതാ സുജൂദ് ചെയ്യാൻ ആരോടെങ്കിലും അങ്ങനെ കൽപ്പിക്കെങ്കിൽ ഭാര്യയോട്. കാരണം അത്രയും കൊല്ലം ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. അതുമുതൽ പിതാവിനുള്ളതിനേക്കാൾ ബാധ്യത ഏറ്റെടുക്കും. അതോടൊപ്പം വളരെ ഗൗരവമായി ഒരു പെണ്ണിന് എന്താണ്, ശരിക്കും സ്ത്രീ എന്താണ്, കുടുംബം എന്താണ്, ജീവിതം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മുടെ മഗ്‌രിബിന് ശേഷം തുടരും കേട്ടോ. കുറച്ച് സമയം തുടരും. ഏതായാലും നമ്മൾ മെനക്കെട്ട് ഇറാം കെട്ടി എല്ലാവരും വന്നു. അപ്പൊ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാന്റെ മുമ്പിൽ അവസാനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ തുടരും. ഞാൻ അതിന്റെ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേഗം ചെയ്യുന്നത്. നിസ്കരിച്ച് എല്ലാവരും വേഗത്തിൽ വരണം. ഇന്നൊരാളും കൊഴിഞ്ഞു പോകരുത്. നമ്മൾ ഒരു ഭാഗമാണ് ചെയ്യുന്നത്, അത് വേഗത്തിൽ തീർത്തു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഓരോ ഘട്ടം ഞാൻ പറയാം. നബി വീട്ടിലിരിക്കുകയാണ്. അപ്പൊ നബിക്ക് ഏറ്റവും ഇഷ്ടം മധുരം, പായസം, മധുരമുള്ള എന്തും അലീസ, അതുപോലെ മധുരട്ട എന്തും നബിക്ക് ഇഷ്ടമാണ്. മധുരം കുറച്ച് കൂടുതൽ കൂട്ടിയാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയിഷ ബീവിക്ക് നന്നായിട്ട് അറിയാം നബിക്ക് മധുരം ഇഷ്ടമാണ്. അപ്പൊ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കുകയാണ് ആയിഷ ബീവി. അപ്പൊ നബി വലിയ സന്തോഷത്തിൽ വീട്ടിലിരിക്കുകയാണ്. കിച്ചണിൽ പണിയെടുക്കുകയാണ് ആയിഷ ബീവി, പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഒരു ചെറിയ പെൺകുട്ടി വീട്ടിലോട്ട് കയറിയെന്നു. ഒരു പാത്രമായിട്ട്, ഒരു പെൺകുട്ടിയുടെ പാത്രമായിട്ട് ആയിഷ ബീവിന്റെ വീട്ടിലേക്ക്. എന്താ സംഭവം എന്നറിയുന്നത്? വേറൊരു ഭാര്യ സൂപ്പർ പായസം ഉണ്ടാക്കിയിട്ട് ആയിഷ ബീവി ഉണ്ടാക്കണതിന് മുമ്പ് കൊടുത്തയച്ച. സാധു ഈ കൊടുത്തയച്ച ആൾ അറിഞ്ഞിട്ടില്ല ആയിഷ ബീവിയുടെ പായസം ഉണ്ടാക്കുന്നത്. നബിക്ക് പായസം വലിയ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ മറ്റൊരു ഭാര്യ ആ പായസം അതേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ അടുക്കളയിൽ നിന്ന് ഈ ചെറിയ കുട്ടിന്റെ വരവ് നോക്കി ആയിഷ ബീവി വന്നപ്പോ വേറൊരു ഭാര്യ പായസം കൊടുത്തയച്ച. എന്തോ ആയിഷ ബീവിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒച്ചയും വേളം ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഈ കുട്ടിന്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് ഈ പായസം താഴെ വീണു. ഉടനെ നമ്മളാണെങ്കിൽ കാരനെ കുട്ടിക്കോ ഒറ്റൊന്ന് ഇട്ടേന്ന് പൊട്ടിക്കരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അയ്യേ, കാരണം റസൂലിന്റെ വീട്ടിലാണ് നടക്കുന്നത്. ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നത് അറിഞ്ഞൂടല്ലോ. അപ്പം വേറൊരു പാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ പായസം ഇങ്ങനെ വടിച്ചു വെച്ചിട്ട് ഈ കുട്ടിയുടെ മുഖത്തൊക്കെ നബി പറഞ്ഞു, അതേ അത് ആയിഷ ബീവിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. മത്സിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല, ഒന്നുമില്ല. ഈ സംഭവത്തിന്റെ വേറൊരു റിപ്പോർട്ട് എങ്ങനെ കാണുന്നതെന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പാത്രത്തിൽ എടുത്തു വെച്ചത് കൊടുത്തു. നബി മൗനം ദീക്ഷിച്ചു. ആയിഷ ബീവിയോട് ഒന്നും പറഞ്ഞില്ല, ഒന്നും ഒരു വാചകവും പറഞ്ഞില്ല ആയിഷ ബീവിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനമായി ഇരുന്നപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. വേദന മനസ്സിന് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ദുർബല വിഷയമാണ്. 2 ഭാര്യമാരുള്ള ഏതൊരു കുടുംബത്തിനും സംഭവിക്കാവുന്ന വിഷയമാണ്. അവിടെ റസൂൽ മൗനം ട്രീറ്റ്മെന്റ് ആക്കി. ആയിഷ ബീവി ഓടി ഇങ്ങോട്ട് വന്ന് നബിയുടെ അടുത്ത് വന്നിട്ട് ചള്ളട്ട് ഇരിക്കാറിയല്ലേ നമ്മള്, നിലത്ത് തറയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് നബിയുടെ 2 കാൽമുട്ടിലും കൈ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ നബിയുടെ താഴെ ആയിഷ ബീവി ഇരിക്കുക. നബിയുടെ 2 കാൽമുട്ടിന്റെ സെന്ററിൽ ആയിഷ ബീവി ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ ഇരിക്കുക. മാപ്പാക്കണം. ഏതൊരു സ്ത്രീക്കും തോന്നിയ ഒരു ചുണ്ടിത്തും അത്രയും തയ്ച്ചു പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ തലമുടിയിലൂടെ കൈ ഇങ്ങനെ ചാലിച്ച് തടവിയിട്ട് പറഞ്ഞു, ആയിഷ സാരില്ല, ഞാനല്ലാതെ ആരാപ്പം നിന്നോട് മാപ്പാക്കാൻ? സാരില്ല, പക്ഷെ ഉടഞ്ഞ പാത്രം മറ്റേ ആളതാണ്, അതൊന്നൊരു കോംപ്രമൈസ് ആയിക്കണം.
ദാമ്പത്യമാണ്, ജീവിതമാണ്, തിരുദൂതരുടെ ജീവിതമാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് വിവരിക്കുന്നിടത്ത് സൂറത്ത് ബഖറയിലെ 187 ഒരു പ്രയോഗമുണ്ട്. അതെന്താ? കുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലകും. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്താ പറഞ്ഞത്? ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങൾ എല്ലാരും നോക്കി നമ്മുടെ ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ 2-3 കാര്യം മനസ്സിലാക്കണം. എന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഡ്രസ്സ് ഒരു കാരണമാണ്. എന്റെ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിൽ ഈ വെള്ള ഒരു കാരണമാണ്. ഒന്ന്, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കാണുന്നില്ല, ആ ന്യൂനത മറച്ചു വെക്കുകയാണ് ആ കുപ്പായം ചെയ്യുന്നത്. ദെൻ മൂന്നാമതൊരു കാര്യമുണ്ട്, ഇത് പലരും പറഞ്ഞു കാണുന്നില്ല. അതെന്താണ് മൂന്നാമത്? എന്റെ സ്കിന്നിനോട് ഏറ്റവും തൊട്ടു നിൽക്കുന്നത് എന്റെ ഡ്രസ്സാണ്. എന്റെ വിയർപ്പുമായി രാജിയായി അതിനോട് ടച്ച് ചെയ്ത് അങ്ങനെ ആ സ്കിന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്തത് എന്റെ വസ്ത്രം. അത്രയും അടുപ്പുണ്ട് ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യനോട്. ഭർത്താവിന്റെ സകല ന്യൂനതകളും മറച്ചു വെക്കുക എന്നുള്ള ഡ്രസ്സാണ് ഒന്ന് ഭാര്യ. തിരിച്ചു അങ്ങനെ തന്നെ. 4 ആളുകൾക്കിടയിൽ വെച്ച് ഭാര്യനെ ചീത്ത പറയരുതെന്ന് റസൂൽ പറഞ്ഞു. അവിടെ ഞാനൊരു 2-3 പോയിന്റ് പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതം 20 കൊല്ലമായി ഞാൻ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പല വർഷം, 30 വർഷം 35 വർഷമൊക്കെ ദാമ്പത്യ ജീവിതം നയിച്ച പലരും എനിക്ക് ഇവിടെ കാണാം. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഡെയിലി രാവിലെ സുബൈക്ക് നമ്മൾ ഒന്നിച്ചൊരിച്ചു, രാത്രി എല്ലാം കഴിഞ്ഞു, മക്കളൊക്കെ പോയി കിടന്നു, കിച്ചണിൽ എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഒരു ഡ്രസ്സൊക്കെ മാറ്റി ഒരു നൈറ്റിയൊക്കെ ഇട്ട് നമ്മുടെ സാധുവായ നമ്മുടെ ഭാര്യ നമ്മുടെ റൂമിലേക്ക് കയറി വരിക. അപ്പൊ നമ്മളവിടെ ഒരു ബുക്കൊക്കെ വായിച്ച്, എനിക്ക് പറയാനുള്ളതാണ്, ഒരു ബുക്കൊക്കെ വായിച്ച് നമ്മളിരിക്കണം. അവിടെ പ്രതീക്ഷിച്ച് ഒരുങ്ങി നല്ല സുഗന്ധമൊക്കെ പൂശി, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അട്രാക്ഷൻ ഉള്ള സുഗന്ധം ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ പൂശി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അട്രാക്ഷൻ ഉള്ള സ്ത്രീയെ പുറത്തൊരു പെണ്ണ് പോകുമ്പോ പടച്ചോനെ വെളുത്ത ഡ്രസ്സ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സൗന്ദര്യം. അതേ സൗന്ദര്യം നമ്മുടെ ഭാര്യക്ക് ഉണ്ട്. ആ ഡ്രസ്സുകൾ കിടപ്പറയിൽ ഇടിച്ചാൽ ഇനി ആ ഡ്രസ്സ് പോയി വാങ്ങാൻ നാണക്കേടുണ്ടെങ്കിൽ വേറെ ആർക്കും വാങ്ങിച്ചാൽ. ഞാൻ എന്ത് പറയുന്നത്, ഒരു സൂക്കടിന്റെ പരിഹാരം അറിയില്ല, ഓരോ രോഗത്തിന്റെ പരിഹാരങ്ങളാണ് അറിയില്ല. മറ്റുള്ള ഡ്രസ്സ് നിങ്ങളുടെ ഭാര്യയിട്ട് ഉടക്കാൾ സൗന്ദര്യം ഉണ്ടാവും. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജീവിതമാണ്. അവരൻ എന്ത് കരുതും എന്നതൊന്നും നമ്മുടെ ധാരണയല്ല. ഓൻ എന്ത് കരുതി നമുക്ക് എന്താണ്, ഓനെ എന്ത് കരുതി നമ്മളെ കുറിച്ച് മറ്റുള്ളവൻ എന്ത് കരുതി എന്നതിന്റെ കരുതലിലല്ല, അവന്റെ വിചാരങ്ങളിലല്ല നമ്മുടെ ജീവിതം. അവന് നമ്മുടെ ഒരു കരുത്ത്. സത്യം അതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി വിമർശിച്ച് കിൻഡൽ കണക്കിന് ഇറച്ചി നിന്ന് മെലിഞ്ഞു ഒരാളാണ് ഞാൻ. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഓന്റെ വിമർശനം കേട്ടിട്ട് ഒന്ന് ഒളിച്ചാളണമെന്നുള്ളത് ഇന്ന് വരെ തോന്നിട്ട്. ഒരാൾക്ക് ജീവിതത്തിൽ തോന്നുകയും ചെയ്യരുത്. ഞങ്ങളോട് പറഞ്ഞില്ല, നമ്മൾ ജീവിക്കണം, പോരാടുകയാണ്. അള്ള തന്ന ജീവിതം, അള്ളട്ട ആയുസ് വരെ മാക്സിമം നമ്മൾ ജീവിക്കും. ആ ജീവിതത്തിനിടയിലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഇതുപോലുള്ള വിമർശനങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ഭാര്യ കിടപ്പറയിൽ അവിടെയുമുണ്ട്. അവിടെ വന്നു എനിക്ക് എന്റെ ഭാര്യയോട് ഇഷ്ടം കൂടി വരുന്ന ചില ഘട്ടങ്ങൾ, അതവൾ ഏറെ ക്ഷീണിക്കുമ്പോഴാണ്. നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ ഞാൻ ഒരു ഭാഗത്തു നിന്ന് അബ്ദുള്ള വരും, ഒരു ഭാഗത്തു നിന്ന് സുമയ്യ വരും, ഒരു ഭാഗത്തു നിന്ന് ഫാത്തിമ വരും, ഒരു ഭാഗത്തു നിന്ന് ആയിഷ വരും. ഈ കുട്ടികളെല്ലാം ഇങ്ങനെ മാറി വരുമ്പോ ഇവരൊക്കെ വ്യത്യസ്തരാണ്, വ്യത്യസ്ത ക്യാരക്ടറാണ് ഓരോന്നും. ഇവരൊക്കെ കാണുന്ന എന്റെ മനസ്സിൽ തോന്നില്ലേ, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നില്ല. പടച്ചവനെ, ഈ കുരുന്നുകളെ, ഈ മഹത്തായ സ്ഫടികങ്ങളെ ചുമന്ന ഗർഭപാത്രത്തിന്റെ ഉടമയാണ് ആ കിച്ചണില് ചെമ്പിന്റെ അടിയിലെ കരിയായിട്ട് ആ പ്ലേറ്റ് കൈക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണ്. ലേബർ റൂമിൽ ഒരുപാട് വേദനകൾ സഹിച്ച് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്തുണ്ടായ വേദന കൊണ്ട് ചുണ്ടിനിടയിൽ, പല്ലിനിടയിൽ ചുണ്ട് കേറ്റി കടിച്ചിട്ട് പൊട്ടിയിട്ട് ഞാൻ കണ്ട കാഴ്ചയാണ്. ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിട്ട് വരും. അതുപോലെ കാലിന്റെ തുടയിൽ മാന്തിയിട്ട് മുറിവ് പറ്റിയ സ്ത്രീകൾ, പ്രസവ വേദനയുടെ ആ വഹനമുണ്ട്. ആ ലേബർ റൂമിൽ അവൾ അനുഭവിച്ച വേദനയുടെ അത് നമുക്കൊരിക്കലും തീർത്താനാവാത്ത, അങ്ങനെ നമുക്ക് പ്രസവിക്കുക മാത്രമല്ല വളർത്തി നിങ്ങൾ തന്നു. നമുക്ക് നിലത്ത് വെക്കാതെ വളർത്തിയിട്ട്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നു, നമ്മളെ മക്കളെ അല്പം വെയിറ്റുള്ള മക്കളൊന്നും എടുത്തു നോക്കി നമ്മളെ കൈ വേഗം ക്ഷീണിക്കും. അതേ ഭാര്യ 3 മണിക്കൂർ നമ്മളെ പ്രസംഗം കേട്ട് ഈ കുട്ടിനായിട്ട് പുറത്തിരിക്കുന്നുണ്ട്, തോന്നിയിട്ടില്ല ക്ഷീണം.
ക്ഷീണമുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ല അവള്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്, തെറ്റിയിരിക്കരുത്. ഭാര്യ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നാൽ അവളും നമ്മൾ ഇരിക്കും. എന്നിട്ടേ അവളെ കാലുണ്ടല്ലോ, അവൾ നടന്ന് നീര് കെട്ടിയ കാല്, ആ കാലെടുത്ത് ഉള്ളം കൈയിൽ വെക്കുക. ഭർത്താവിനോടാ പറയുന്നത് കേട്ടോ. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുക, 1000കണക്കിന് കിലോമീറ്റർ നടന്ന കാല. ഞാൻ എന്റെ വൈഫിനോട് ഒരിക്കൽ പറഞ്ഞു, 1000കണക്കിന് കിലോമീറ്റർ നടന്ന ഒരു പെൺകുട്ടിന്റെ കാലപ്പന്റെ കയ്യിലുണ്ട്. 1000 കിലോമീറ്ററോ? ഞാൻ പുര വിട്ട് എങ്ങോട്ട് പോയിട്ടോ? എടീ കിച്ചണിലേക്ക് നടന്ന കണക്കൂട്ടിയിട്ട് പറഞ്ഞ, ഈ കിച്ചണിലും മുറ്റത്തും ആ നടന്ന് ഇങ്ങോട്ട് ചായ തരാനും അങ്ങോട്ട് വെള്ളം തരാനും ഇങ്ങോട്ടത് എടുത്തേക്കാനും അങ്ങോട്ട് ഡ്രസ്സ് എടുത്തേക്കാനും ഒക്കെ എടുത്താലും എനിക്ക് റൂമിൽ നടന്നല്ലോ, അത് 1000കണക്കിന് കിലോമീറ്റർ ഉണ്ടാവും. 10-20 കൊല്ലം കണക്കൂട്ടിയ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച നിന്റെ കാല്, ആ കാലൊന്ന് പിടിച്ച് തിരുമ്പി കൊടുത്തൊന്ന് തടവി കൊടുത്താൽ തിരിച്ചു അങ്ങനെ തന്നെ. ജീവിതമാണ്. ആരായത് ജീവിതത്തിന്റെ മുഴുവൻ സമയത്തും നമുക്ക് വേണ്ടി ഓർത്ത് പെടാപ്പാടുപെട്ട ആളാണ്. ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇൻസുലിൻ ചെയ്തോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ കുളിച്ചോ, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ക്ഷീണുണ്ടോ, തളർച്ചയുണ്ടോ, അങ്ങോട്ട് പോരി. ആരായത് പറയുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ പാതിയാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പാതിയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിയുടെ വീട്ടിലോട്ട് കയറി വന്നു. റസൂൽ അങ്ങനെ നിൽക്കുകയാണ്. പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന പ്രവാചക വചനം ആ വചനത്തിലോട്ട് നോക്കിയിട്ട് അലി റളിയല്ലാഹു ചോദിച്ചു, അല്ല അങ്ങുന്നിന്റെ മോൾ ഫാത്തിമയെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നു? അങ്ങുന്നിന്റെ മകൾ ഫാത്തിമയെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു എന്നാണ് മറ്റൊരു ഭാര്യ പറയുന്നത്. ആട്ടെ, നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക? പ്രവാചകന്റെ ചോദ്യം. ആട്ടെ, നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക? പറഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഒരു കുതിര ഉണ്ട്, ഒരു വാളുണ്ട്, ഒരു പടയങ്കി ഉണ്ട്. റസൂലുള്ളാഹിന്ന് പറഞ്ഞാൽ പറ്റില്ല, പടയങ്കി വിൽക്കണം. പടയങ്കി വിറ്റു അലി റളിയല്ലാഹു മദീന മാർക്കറ്റിൽ 400 ദിർഹം. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. അലി റളിയല്ലാഹു അത് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി. അപ്പൊ ഫാത്തിമ ബീവിനെ കൊണ്ട് ചാരത്തേക്ക് റസൂലിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഫാത്തിമ, നിന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു അലി, നിനക്ക് ഇഷ്ടാണോ മോളെ? ചോദ്യം. അലി ആരാന്ന് റസൂലിന് അറിയാം. ഇനി ഇതിനേക്കാൾ വലിയൊരു പ്രപ്പോസൽ റസൂലിന് വരാനില്ലാന്ന് നബിക്കറിയാം. അലിയുടെ ഉള്ളും പുറവും കണ്ടാളാ റസൂൽ. നബിയുടെ നേരെ പോലെ നബിയുടെ ബെഡിൽ കിടന്ന് നബിയെ കൊല്ലാൻ വന്നവർക്ക് പകരമായി കിടന്നു കൊടുത്ത മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അറിയാം നബിക്ക് അലിയെ, പക്ഷെ മോളെ അറിയാം, മോളുടെ ഇഷ്ടം അറിയണം. ഫാത്തിമ, നിനക്ക് അലീനെ ഇഷ്ടമാണോ? അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് എങ്ങനെ വെറുക്കാൻ പറ്റും എന്നാണ് ഫാത്തിമ ബീവി മറുപടി പറഞ്ഞത്. ഒരു റിപ്പോർട്ടാണ്. കല്യാണം നടക്കുകയാണ്. ശ്രീനാരായണ ഗുരു മഹചരിതമാലയിൽ പറയാണ്, എനിക്കൊരു കല്യാണം ഇഷ്ടമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. എനിക്കൊരു കല്യാണം ഇഷ്ടമാണ്, ഞാൻ ആ കല്യാണം പ്രൊമോട്ട് ചെയ്യുന്നു, ആ കല്യാണത്തെ ഞാൻ പ്രശംസിക്കുന്നു, ആ കല്യാണമാണ് എല്ലാവരും നടത്തേണ്ടതെന്ന് പറയുന്നു. അത് മുത്ത് നബിയുടെ, കരുണാവാൻ നബി, മണിമുക്ത് രത്നമോ എന്ന് പാടിയ ശ്രീനാരായണ ഗുരു പറയാണ്, ആ കല്യാണം മറ്റാരുടേതുമല്ല, നബിയുടെ അരുമപ്പൂമോളുടെ ഫാത്തിമയുടെ കല്യാണമാണ്. 11 നാൾ പങ്കെടുത്ത കല്യാണം എന്ന് ശ്രീനാരായണ. ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിയുമ്പോൾ ഒരു രംഗമുണ്ട്. അത് ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ അന്ന് അലി റളിയല്ലാഹു വിളിച്ചിട്ട് നബി ഒരു കാര്യം പറയാം, അലി, ഒരു വാടക വീട് നോക്കണം. ശരിക്കും നല്ലോണം ചിന്തിക്കണം. ഒരു പോയിന്റ് ആണ് പറയുന്നത്. വിയോജിപ്പുണ്ടാവാം. അലി, ഒരു വാടക വീട് അന്വേഷിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു വാടക വീട് പോയി സംഘടിപ്പിച്ച് നബിയുടെ അടുത്തേക്ക് വന്നു. ഫാത്തിമ ബീവിയെ കൊണ്ട് നബി പോവുകയാണ്. ഒരു ചെറിയ കട്ടില്, 1-2 പാത്രം, എന്തോ 1-2 സാധനം. അതായിട്ട് ഫാത്തിമ ബീവിയും കൊണ്ട് റസൂൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ അടുത്ത്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു ഫാത്തിമയോട്, മോളെ ഫാത്തിമ, അലി ദരിദ്രനാണ്. മോളെ ഫാത്തിമ, അലി ദരിദ്രനാണ്. സമ്പത്ത് കൊണ്ട് നിന്നെ ധന്യമാക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ അലി ഇബ്നു അബീ ത്വാലിബ് നല്ല മനുഷ്യനാണ്, ഏറ്റവും യോഗ്യനായ ഭർത്താവാണ്. നീ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പീഡിപ്പിക്കപ്പെടില്ല മോളെ ഫാത്തിമ. അലി നിനക്ക് കൊണ്ട് എന്തുകൊണ്ട് അനുയോജ്യനാണ്. ചരിത്രത്തിൽ ഒരു മഹാസംഭവം കാണാം. മഹാസംഭവം. അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിലോട്ട് വരികയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മൂടി വെക്കുകയാണ്. അവരുടെ ഭാര്യമാരുടെ ഒരു പ്രത്യേകത, പല ആഗ്രഹങ്ങൾ ഉണ്ടാവും അവർക്ക്. പക്ഷെ ഭർത്താവിന് ബുദ്ധിമുട്ടാവുമോ എന്ന് കരുതി
മനസ്സിന്റെ ഉള്ളിൽ ആ ആഗ്രഹം ഞെരിഞ്ഞമർന്നു നിൽക്കുന്നു. ആഗ്രഹം ഞെരിഞ്ഞമർന്നു നിൽക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഫാത്തിമ അറിയാതെ പറഞ്ഞു, എനിക്ക് മധുരമുള്ളൊരു ഈത്തപ്പഴം വേണം. മധുരമുള്ള ഏത് വേണം? ഈത്തപ്പഴം വേണം എന്നാണ് പറയുന്നത്. മഹാനായ അലി ബിൻ അബി താലിബ് ഇത് കേട്ടപാടെ ചെയ്തത് എന്താ അറിയോ? കേട്ടപാടെ ആ പ്ലേറ്റിലെ ഭക്ഷണം അവിടെ മൂടി വെച്ചു. ആ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവിടെ മൂടി വെച്ചു. ആ ഭക്ഷണം മൂടി വെച്ചിട്ട് അലി ബിൻ അബി താലിബ് വരാ ഓടി ദൂരെ പോയി. മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പൈസ ഇല്ല. അയാളോട് പറഞ്ഞു പൈസ ഒന്നുമില്ല. അവസാനം അരപ്പട്ടല്ലേ ബെൽറ്റ്, അത് കഴിച്ചിട്ട് ഇതിന് കണക്കാക്കിയിട്ടുള്ള ഈത്തപ്പഴം നന്നാക്കി. എനിക്ക് എന്താ അവിടെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലേഖനത്തിൽ ഒരു മാങ്ങ തിന്നാൻ ആഗ്രഹിച്ച കഥ പറയുന്നു. ഇവിടെ എന്താ ഈത്തപ്പഴം, ആ ബെൽറ്റ് വിറ്റിട്ട് ഈത്തപ്പഴം വാങ്ങി വരിക. ഈത്തപ്പഴം വാങ്ങി വരുമ്പോ അതാ പാതിയിൽ ഒരു യാചകൻ, ഭക്ഷണം കഴിക്കാത്ത വേറൊരു സ്വഹാബി. അലീനോട് പറഞ്ഞ, അലി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, കുറെ സൈൻ പട്ടിണി, ആ ഈത്തപ്പഴം ഇട്ടതാണ്. ഫാത്തിമയുടെ മുഖം ഇയാളുടെ മുഖം, ഫാത്തിമയുടെ മുഖം ഇയാളുടെ മുഖം. അലി റളിയല്ലാഹു മനസ്സിൽ ഇങ്ങനെ ഓളം തട്ടാണ്. ഫാത്തിമ ബീവിയുടെ മുഖം ആഗ്രഹിക്കുകയാണ്. മനസ്സിൽ വെച്ച ചെറിയ ആഗ്രഹമാണ് ഈത്തപ്പഴം. അത്രയും ദാരിദ്ര്യം. ഒടുവിൽ ഈ മനുഷ്യന്, പട്ടിണി കിടന്ന മനുഷ്യനോട് കൊടുത്തു. എന്നിട്ട് കയ്യിലൊന്നുമില്ലാത്തവനായി വ്യസനിച്ചവനായി ദൂരെ നിന്ന് ഫാത്തിമ ബീവി നോക്കിക്കണം. അലിയാരെ തങ്ങള് കൈകളിൽ ഒന്നുമില്ലാതെ എടുക്കുക. അപ്പൊ പാതിയിൽ വിട്ടേച്ച് പോയതാ ഭക്ഷണം. ഫാത്തിമ ബീവി വേഗം വന്ന് തിന്നോളിയാ, ഒന്നും ചോദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. ഭാര്യമാര് ശരിക്കും മനസ്സിലായിക്കോളി, ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചു, ബെഡ് ഒരുക്കി. ഫാത്തിമ ബീവി മിണ്ടണില്ല, അലിയാരെ തങ്ങൾ മിണ്ടില്ല. രണ്ടാളും കിടന്നു. ഇടയ്ക്ക് അലി റളിയല്ലാഹു പൊട്ടിപ്പോയി. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഫാത്തിമ, ഏയ് ഫാത്തിമ, നിനക്ക് ഈത്തപ്പഴം ഞാൻ കൊണ്ടുവരാത്തതിൽ വ്യസനമുണ്ടായോ? ആ ഫാത്തിമ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമുണ്ടായതൊക്കെ പറഞ്ഞു, ഇങ്ങനെ കൊടുത്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല. ഈ കിടക്കുന്ന കിടക്കയിൽ അലി ബിൻ അബി താലിബ് ചോദിച്ചു, ഫാത്തിമ, ഞാൻ നിന്നെ അവഗണിച്ചു എന്ന് തോന്നിയോ? ഫാത്തിമ ചോദിച്ചു, എനിക്ക് തോന്നി. എനിക്ക് എങ്ങനെ തോന്നുമോ? നിങ്ങൾ ആ കളവൻ ചെയ്തതിലാണ് എന്റെ സന്തോഷം. അതാണ് യഥാർത്ഥ ഭാര്യ. അതാണ് യഥാർത്ഥ ഭാര്യ. ഭർത്താവിന്റെ ദീനീ ബോധത്തെ അംഗീകരിക്കുന്ന ഭാര്യ, പ്രശംസിക്കുന്ന ഭാര്യ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുകയല്ല. രണ്ടാമതൊരു അനുഭവം കൂടി ഞാൻ പറയാം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല ധനാഢ്യനായി. ഒരു ദിവസം രാത്രിയിൽ ഭാര്യയുടെ കൂടെ കിടക്കുകയാണ്. വലത്തോട്ട് ചരിയുണ്ട്, ഇടത്തോട്ട് ചരിയുണ്ട്, ഇടക്ക് അടിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഉറങ്ങണില്ല. അപ്പൊ ഭാര്യക്ക് മനസ്സിലായി എന്തോ ഒരു സംതിങ്, എന്തോ പ്രശ്നം. ഉടനെ എന്നിട്ട് എന്താണ് ഇങ്ങനെ, എന്തോ ഉറങ്ങാത്തത്, എന്ത് പറ്റി എന്ന് ചോദിക്കണത്. അതെ, ഒരു കൂടുതൽ സ്വത്ത് വന്ന ദിവസമാണിത്, ഒരു വലിയ തുക കിട്ടിയ ദിവസമാണിത്. നമുക്ക് ജീവിക്കാനുള്ള എല്ലാം ഉണ്ട്, പിന്നെ ഈ തുക എന്തിനാണ് ഇത് വെച്ച് ഇങ്ങനെ കിടന്നിട്ടൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞു. ഉടനെ ഭാര്യ പറയാണ്, അതിനെന്താ ടെൻഷൻ, എത്ര പാവപ്പെട്ടവരുണ്ട് ഈ മദീനയില്, നമുക്ക് അവർക്ക് കൊടുക്കാം. ആശ്വാസമായിരുന്നു. ഭാര്യ എന്ത് പറയുന്ന അറിയില്ല, ആശ്വാസമായിരുന്നു. ഭർത്താവിനെ ദീനിൽ സഹായിക്കുകയായിരുന്നു. ഇതാണ് ദാമ്പത്യം. ദാമ്പത്യം എന്ന് പറയുന്നത് അറിയലാണ്, അറിയിക്കലാണ്. അതിനാണ് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ആഡ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരാഴ്ചയിലെങ്കിലും, 7 ദിവസമുള്ള ഒരാഴ്ചയിലെങ്കിലും, ഇപ്പൊ വെള്ളിയാഴ്ച അങ്ങനെ കൂടിക്കോളി, നിങ്ങൾ അങ്ങനെ കണിച്ച പ്രവാസികൾ, ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് രാത്രി നിങ്ങളൊക്കെ ചെയ്യേണ്ട ദാമ്പത്യ ജീവിതം ഇവിടെ നയിക്കുന്നവർ, ഭാര്യ, ഇവിടെ ഉള്ളവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്, മക്കളുള്ളവരെ പറ്റിയാണ് പറയുന്നത്. മക്കളും മാതാപിതാക്കളും എന്ന വിഷയം നമ്മുടെ ഇതിന്റെ ബാക്കി വരുന്നുണ്ട്. മഗ്‌രിബിന് ശേഷം പറയും, കുറച്ച് ഗൗരവമായിട്ടുള്ള ഒരു മേഖലയാണ്. ഞാനിവിടെ ഭാര്യ ഭർത്താവ് എന്നുള്ളത് മാറ്റർ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. അത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴെങ്കിലും എല്ലാ ദിവസവും ചെയ്ത അത്രയും നന്ദി, 7 ദിവസം കൂടുമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഭയങ്കര ഒരു പരിവർത്തനം എനിക്ക് ജീവിതത്തിൽ അപാരമായ, നമ്മളൊന്ന് ചെറുതാവട്ടെ ഒരു 7 ദിവസം, ഓരോ ദിവസം ചെയ്യാൻ നന്ന്. ആ ചെയ്യേണ്ട സംഗതി എന്താണെന്ന് ഞാൻ പറയുന്നത്. ദിവസങ്ങൾക്ക് നിശ്ചയിക്കാം. ഭാര്യ നമ്മളും ഇരിക്കുമല്ലോ, മക്കളൊക്കെ കിടന്നു, നമ്മൾ ചോദിക്കാം, എടി ഞാന് നിസ്കാരമൊക്കെ ഉള്ള ആളാണ്, നോമ്പൊക്കെ ഉള്ള ആളാണ്, ദീനൊക്കെ ഉള്ള ആളാണ്, ഇവിടെ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിന്നോട്. ഒരാഴ്ച നമ്മൾ ജീവിച്ചല്ലോ,
ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഒരു 7 ദിവസം. ഈ 7 ദിവസത്തിനുള്ളിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ആ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചു ഭാര്യയും ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. എന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എവിടെങ്കിലും കിടന്നിട്ട് ഇങ്ങനെ ദഹിക്കാതെ കിടക്കണം വല്ലതും ഉണ്ടോ ചോദിക്കുക. ഞാൻ എന്റെ മക്കളോടും ഭാര്യനോടും ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ ആയിഷക്ക് ചെറിയ വയസ്സുള്ള കാലത്ത് ഞാൻ മക്കളോട് ചോദിച്ചു, വാപ്പി നല്ല വാപ്പിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കൂട്ടത്തിൽ വാപ്പി നല്ല വാപ്പിയാണ് ആയിഷ പറഞ്ഞു. ഒരു കുഴപ്പമുണ്ട് കാരണം ചെറിയ കുട്ടി. ഞാൻ ചോദിച്ചു, എന്തേ മോളെ? വാപ്പി നല്ല വാപ്പിയാണ്, പക്ഷെ നല്ല വാപ്പിനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ നോട്ട് ചെയ്തു. എന്റെ മോളെ കംപ്ലൈന്റ്, എന്റെ മോളെ കംപ്ലൈന്റ് എന്താണ്? ചെറിയ കുഞ്ഞിന്റെ കംപ്ലൈന്റ് എന്താണ്? എന്നെ കിട്ടുന്നില്ല എന്നതാണ് കംപ്ലൈന്റ്. ഞാൻ അവിടെ വലിയൊരു വയതാണ്, വാപ്പി ദൈവത്തിനുക എന്നല്ല ഓളോട് പറയുന്നത്. ഞാൻ വേഗം അതോട് നോട്ട് ചെയ്തു. അത് വെള്ളക്കടലാസ് അവിടെ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ എപ്പോഴും യാത്രയിൽ എന്റെ മോള് പറഞ്ഞാൽ എടുത്തു. എന്നിട്ട് ഞാൻ പ്രസംഗത്തിന്റെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ ചുരുക്കി കൊണ്ടു. മക്കളുടെ കൂടെ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ മക്കളോട് ചോദിക്കുക. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളെ കുറിച്ചൊരു കത്ത് എഴുതണോ? എന്റെ ആദ്യത്തെ 3 മക്കളോട് രസമുള്ള കത്ത് അവർ എഴുതിയത്. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ ധാരണ പൊട്ടന്മാരാണ്, അപാര സംഭവങ്ങളാണ് നമ്മുടെ മക്കൾ. പക്ഷേ അവരെ അളക്കേണ്ട രൂപത്തിൽ അളക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവരുപയോഗിച്ച വാചകങ്ങൾ അത്ഭുതാവഹമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാര്യനോട് ചോദിക്കുക, ഭാര്യയും ചോദിക്കുക. അല്ലേ, നിങ്ങൾക്കുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യം പറയാം. ഭാര്യക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത പെണ്ണിനെ നിരന്തരമായി വിളിച്ചോണ്ട് ചിലർക്കുള്ള സുഖട പല സംഗതി പറഞ്ഞിട്ടാണ്. അവളെ സഹായിക്കാനാണ്, നമുക്ക് പുരണ്ടാക്കി കൊടുക്കാനാണ്, അവളെ നന്നാക്കാനാണ്, അല്ലെ ഓക്ക് വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനാണ്, വേറെ കണക്ഷനൊന്നുമില്ല, പാടില്ല. നമ്മുടെ മരിബാങ്ക് കൊടുത്തു. നിസ്കാരത്തിന് വേണ്ടി പിരിയാണ്. ബാക്കിയുള്ള ഇൻഷാല്ലാ എല്ലാരും ഇതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് പൊടുന്നനെ വന്നിട്ട് പടപടപടേന്ന് പറഞ്ഞ് ഇരുന്ന് നമുക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.